മാപ്പിളമാരുടെ സമരത്തെ മെറിറ്റ് ഇല്ലാതാക്കണമെങ്കിൽ മാപ്പിളമാർക്ക് മെറിറ്റ് ഇല്ല എന്ന് പറയണം. മാപ്പിള സമുദായത്തിൻ്റെ, കേരള മുസ്ലിം സമുദായത്തിൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട്, സ്വത്വത്തിൻ്റെ ഭാഗമായിട്ട് ഖാദി മുഹമ്മദ് ഈ ഒരു ലിപിയെയും ഭാഷയെയും അങ്ങനെ എഴുതി ചേർക്കുകയാണ്. മാപ്പിളമാർക്ക് അറിവില്ലാത്തവരാണെന്ന് എഴുതി വെക്കുന്നു. അതിനെ ചാലഞ്ച് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിക്കാണില്ല. കാരണം മാപ്പിളമാർ വ്യതിരിക്തമായി നിലകൊള്ളുകയും സ്വന്തമായിട്ടൊരു വിജ്ഞാന ശാഖ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അത് അറബി മലയാളത്തിൽ ഉണ്ടാക്കിയത്. അറബി മലയാളിയായ മാപ്പിളക്ക് എത്രത്തോളം അവൻ്റെ സ്വത്വം, അവളുടെ സ്വത്വം എത്രത്തോളം അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അറബി ഭാഷയും മലയാള ഭാഷയും ഒരുപോലെ ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരാണ് മലയാളി മുസ്ലിങ്ങൾ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കേരളം എന്നൊരു സംസ്ഥാനം, ഫെഡറൽ സ്റ്റേറ്റ് ഉണ്ടായി വരുന്നപ്പോൾ ആ ഫെഡറൽ സ്റ്റേറ്റിൻ്റെ ഭാഷ മലയാളമാവുകയും കേരളത്തിലെ മുസ്ലിങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ചും ഭാഷയെക്കുറിച്ചൊക്കെ ഉള്ള ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അറബി മലയാളത്തെക്കുറിച്ചുള്ള ചർച്ച. അറബി മലയാളം എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ കേൾക്കുന്ന സമയത്ത് നമുക്ക് അത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു ഭാഷ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മതപരമായ കാര്യം എന്ന രീതിയിലാണ് പൊതുവെ അത് ഒരു പരാമർശിക്കപ്പെടാറുള്ളത്. എന്നാൽ കേരളവുമായിട്ട് അറബികൾക്ക് ഇസ്ലാമിൻ്റെ ആഗമനത്തിന് മുമ്പ് തന്നെ കച്ചവട ബന്ധമുണ്ട്, സാംസ്കാരിക ബന്ധമുണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ടുള്ള ചരിത്രകാരന്മാരുടെ രേഖകൾ നിർത്തി സമർപ്പിച്ചിട്ടുള്ളതാണ്. അറബി മലയാളം എന്ന് പറയുന്ന ഈ ഒരു സാംസ്കാരിക ഈ ഒരു പൈതൃകത്തിന് എത്രത്തോളം ഇതിൻ്റെ ഒറിജിൻ, അതിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരുന്നു? ഒറിജിന് അറബി മലയാളം എന്ന് പറയുമ്പോൾ അത് പല മതങ്ങളുണ്ട്, അതിൽ പല വാദങ്ങളുണ്ട്. അറബി മലയാളം 1400ഓളം വർഷം പഴക്കമാണ്, 1000 വർഷം പഴക്കമാണ്, 500 വർഷം പഴക്കം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പല പല വാദഗതികൾ അതിലുണ്ട്. അതിൽ ചരിത്രകാരന്മാർ പറയുന്നത് തന്നെ ഓരോ ചരിത്ര നിർമ്മിതിയുടെ ഓരോ ചരിത്രാഖ്യാനങ്ങളുടെയും പശ്ചാത്തലത്തിലാണ്. അഥവാ ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് തന്നെ, അഥവാ ഇസ്ലാമിൻ്റെ ആവിർഭാവം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ആവിർഭാവം മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അദനബി വരുന്നതോടെ ഇവിടെ ഇസ്ലാം തുടങ്ങി എന്നുള്ളതാണ്. അപ്പം മുഹമ്മദ് നബിയുടെ ഇസ്ലാമിക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ മക്കയിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അറബികളും പേർഷ്യക്കാരൊക്കെ ആയിട്ട് മലബാർ തീരത്തിന് വാണിജ്യ ബന്ധങ്ങളുണ്ടായിരുന്നു എന്നുള്ള ഒരാഖ്യാനമുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഭാഷകൾ സംസാരിക്കുന്നവരിവിടെ വന്ന് കാണും, അവരിവിടെ താമസിച്ച് കാണും. അവരുടെ ദൈനംദിന ഇടപഴകലുകളിൽ അവരുടെ ഇടപെടലുകളും വാണിജ്യപരമായ രേഖ നിർമ്മിതികളും വാണിജ്യപരമായ ഇടപാടുകളൊക്കെ ഈ ഭാഷയുടെ ഉപയോഗമുണ്ടായിക്കാണും എന്നുള്ളൊരു ആഖ്യാനമുണ്ട്. അപ്പോൾ അതിൽ ഒരു ആർഗ്യുമെൻ്റ് ഉള്ളത് ഈ കച്ചവട രേഖകൾ സൂക്ഷിച്ചത് ഏത് ഭാഷയിലായിരിക്കുന്നു, ഏത് സ്ക്രിപ്റ്റിലായിരിക്കുന്നു. ഭാഷയേക്കാൾ കൂടുതൽ, കാരണം വാമൊഴിയല്ല വരമൊഴി, കച്ചവടത്തിൻ്റെ വാണിജ്യത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ വാമൊഴിയേക്കാൾ കൂടുതൽ പറയുന്ന വാക്കല്ല എഴുതുന്ന വാക്കാണ് ഇതിൽ. ട്രീറ്റുകളും ഇതിൻ്റെ റെക്കോർഡ് കീപ്പിംഗ് ഒക്കെ ഏത് ഭാഷയിലായിരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ആ പ്രീ ഇസ്ലാമിക് കോണ്ടെക്സ്റ്റിലാണ് സംസാരിക്കുന്നത്. നമ്മൾ 6-ാം നൂറ്റാണ്ടിൽ 7-ാം നൂറ്റാണ്ടിന് മുമ്പ് ഉള്ള കാര്യങ്ങൾ സംസാരിക്കുന്നെങ്കിൽ ആ സമയത്ത് മലയാളത്തിന് നമ്മൾ ഇന്ന് പറയുന്ന ഒരു രീതിയിൽ മലയാളം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. മലയാളം ക്ലാസിക്കൽ ഭാഷയായിട്ടാണ് ഇപ്പം നമ്മൾ പരിഗണിക്കപ്പെടുന്നതും വിശ്വസിക്കുന്നതും അതിൻ്റെ അക്കാദമിക തലത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതും. പക്ഷേ അന്ന് ഏത് ഭാഷയായിരുന്നു ഉണ്ടായിരുന്നത്, അന്ന് ഓൾഡ് മലയാളം എന്ന വേർഷൻ എന്തായിരുന്നു എന്നുള്ളത്. അപ്പം അതിന് കൃത്യമായൊരു ലിപി ഉണ്ടായിരുന്നു. കാരണം ഈ ഗ്രന്ഥലിപി, നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഗ്രന്ഥലിപി ഉരുത്തിരിഞ്ഞ് വന്നത് തന്നെ ഈ മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായി വന്ന അച്ചടി സംസ്കാരത്തിൻ്റെ ഭാഗമായി വരുന്ന. അപ്പം ഈ ക്രിസ്ത്യൻ മിഷണറികൾ ഗ്രന്ഥലിപിയെ ഉപയോഗിക്കുന്നതോടുകൂടിയാണ് കോലെഴുത്ത്, വട്ടെഴുത്ത്, ബ്രഹ്മി ഇതുപോലുള്ള ലിപികളുടെ ഒരു കൂട്ടത്തിൽ നിന്ന് ഗ്രന്ഥലിപി ഫൈനലായിട്ട് മലയാളത്തിൻ്റെ ലിപിയായിട്ട് സ്ഥിരീകരിക്കപ്പെടുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ നമ്മൾ ഹോർത്തൂസ് മലബാറിക്കസ് നോക്കിയാൽ അതിൽ കോലെഴുത്തുണ്ട്, വട്ടെഴുത്തുണ്ട്, അതിൽ ദേവനാഗരി ഉണ്ട്, അതിൽ അതേപോലെ അറബി മലയാളമുണ്ട്. അറബിക്കെന്നാണ് അതിൻ്റെ, നിങ്ങൾ പുറംചട്ട നോക്കിയാൽ അറബിസിസ്, മലബാറിക്കസ് എന്നൊക്കെയാണ് അതിൽ കാണുന്നത്. പക്ഷേ അതിൽ അറബി മലയാളം എന്ന് നമ്മൾ പറയാൻ കാരണം അറബിയിൽ പ എന്ന വാക്കില്ല, അക്ഷരമില്ല. പന എന്ന് എഴുതാൻ പറ്റത്തില്ല.
ങ എന്ന ഇതില്ല. അപ്പം അങ്ങനെ പല ച പ ഇതുപോലുള്ള അക്ഷരങ്ങൾ അറബിയിൽ ഇല്ലാത്ത അക്ഷരങ്ങളാണ്. പക്ഷേ അത് ഫാർസി ഭാഷയിൽ, പേർഷ്യൻ ഭാഷയിലുള്ള അക്ഷരങ്ങളാണ്. പക്ഷേ അങ്ങനെയെങ്കിൽ ഫാർസി എന്ന് എഴുതണം, പേർഷ്യൻ എന്ന് എഴുതണം. പക്ഷേ വാൻഡ്രീഡിൻ്റെ കമ്പൈൽ ചെയ്ത പുസ്തകത്തിൽ ഫാർസി എന്നുള്ള അറബീസ് എന്നാണ് എഴുതിയിരുന്നത്. അപ്പം അന്ന് 17-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഉണ്ടായിരുന്ന ഭാഷയെ, എഴുത്ത് ഭാഷ, അറബിയിൽ അറബിസിസ് എന്ന് അവർ എഴുതി വെച്ചത് ഇവിടെ ഉണ്ടായിരുന്ന എഴുത്ത് ഭാഷ ഉപയോഗിച്ചതായിരിക്കണം അതിനകത്ത് അങ്ങനെ വരാൻ കാരണം. പക്ഷെ അന്ന് ഇവിടെ എഴുതിയിരുന്നത് ലിപി പായും ചായ അക്ഷരങ്ങളുള്ള ഒരു ലിപി ആയിരുന്നെങ്കിൽ അത് അറബി ലിപി ആയിരിക്കാനുള്ള സാധ്യതയേക്കാൾ കൂടുതൽ അറബി മലയാള ലിപി ആയിരിക്കാനുള്ള സാധ്യതയാണ്. അപ്പോൾ മലയാളം ആദ്യമായിട്ട് പ്രിന്റ് ചെയ്യപ്പെടുന്നത് ഹോർത്തൂസ് മലബാരിക്കസിലാണ്. അതേ പുസ്തകത്തിലാണ് അറബി മലയാളവും ആദ്യമായിട്ട് പ്രിന്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അച്ചടിയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അച്ചടിക്കപ്പെടുന്ന അറബി മലയാളം ഹോർത്തൂസ് മലബാരിക്കസ് മുതൽ ഇങ്ങോട്ടുള്ളതാണ്. അത് 17-ാം നൂറ്റാണ്ടിൽ നിന്ന് വരുന്ന. പക്ഷേ എഴുതപ്പെട്ട ആദ്യത്തെ ഡോക്യുമെൻ്റ് നമ്മൾക്ക് അറബി മലയാളത്തിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് മൊഹീദ്ദീൻ മലയാളം. അത് 1607 ആണ്. അത് 17-ാം നൂറ്റാണ്ടിൻ്റെ ആവിർഭാവം എന്ന് പറയും. പക്ഷെ മൊഹീദ്ദീൻ മാലയിൽ കാണുന്ന വളരെ സിമ്പിളായ സുതാര്യമായ ആ ഒരു അറബി മലയാള ഭാഷ അങ്ങനെ എഴുതപ്പെടണമെങ്കിൽ ആ ഭാഷയ്ക്ക് ഇത് ഖാദി മുഹമ്മദ് ഉണ്ടാക്കിയ ഒരു ഭാഷയായിരിക്കാനുള്ള സാധ്യതയേക്കാൾ കൂടുതൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഭാഷയെ ഖാദി മുഹമ്മദ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. കാരണം ഖാദി മുഹമ്മദ് നബറുല്ലാഹു മർക്കദഹു എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ ഫതുഹുൽ മുബീൻ അറബിയിലാണുള്ളത്. അദ്ദേഹത്തിന്റെ മറ്റ് കൃതികളൊക്കെ അറബിയിലാണ്. അദ്ദേഹം അറബി പണ്ഡിതനായിരുന്നു, അദ്ദേഹം ഇസ്ലാമിക പണ്ഡിതനായിരുന്നു. അതേപോലെ അദ്ദേഹം ലോക്കൽ ഭാഷ, പ്രാദേശിക ഭാഷയിൽ നല്ല അവഗാഹമുള്ള ആളായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പം അദ്ദേഹം അറബി മലയാളത്തിൽ എഴുതണമെങ്കിൽ അതിന് അവിടെ അറബി മലയാളം വായിച്ച് മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ കഴിവുള്ള ഒരു വായന സമൂഹം ഉണ്ടായിരിക്കണം. അപ്പം 17-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ അറബി മലയാളം എന്ന ഒരു ലിപിയിൽ ആ ഭാഷാ രൂപം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വായനാ സമൂഹം ഉണ്ടായി വന്നിരിക്കണമെങ്കിൽ പൊതുവെ അങ്ങനെ ഒരു വായനാ സമൂഹം ഉണ്ടായി വരാനുള്ള ഒരു സമയം എത്ര നൂറ്റാണ്ടുകൾ എടുത്തിരിക്കണം എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അത് ഇസ്ലാമിൻ്റെ പ്രചരണം, ഇസ്ലാമിൻ്റെ എക്സ്പാൻഷനോട് കൂടി കൂടുതൽ റീഡിംഗ് കമ്മ്യൂണിറ്റി, മുസ്ലിം റീഡിംഗ് കമ്മ്യൂണിറ്റി വരുന്നു. അപ്പം നമ്മൾ പ്രവാചകന്റെ കാലം മുതൽ മുസ്ലിങ്ങൾ ഇവിടെ വന്നെന്നും ഇസ്ലാം ഇവിടെ പ്രചരിച്ചെന്നും പറയപ്പെടുന്നു. അപ്പം ഒരു 7-ാം നൂറ്റാണ്ട് മുതൽ അതിൽ തന്നെ പല ചർച്ചകളുമുണ്ട്. 7-ാം നൂറ്റാണ്ട് പ്രവാചകന്റെ സമയത്താണോ, അല്ലെങ്കിൽ 8-ാം നൂറ്റാണ്ട് മുതലാണോ, 9-ാം നൂറ്റാണ്ട് മുതലാണോ, 10-ാം നൂറ്റാണ്ട്, പല ചരിത്രകാരന്മാർ പല അഭിപ്രായമുള്ളവരാണ്. അപ്പം അറബി മലയാളത്തിൻ്റെ ആവിർഭാവം എന്നുള്ളത് പ്രധാനമായും അറബികളുടെ അല്ലെങ്കിൽ അറബി കച്ചവടക്കാരുടെ വാണിജ്യ വ്യാപാര സംബന്ധമായ ഇടപെടലുകളും ഇടപഴലുകളും ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നായിരിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുക നമ്മൾ ക്രിയോൾ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു റെക്കോർഡ് കീപ്പിങ്ങിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് ഇപ്പോൾ മഹമ്മൂദ് കൂരിയെ പറ്റി അതിന് പറയുന്നത് ഒരു പക്ഷേ അറബി എന്നുള്ളത്, അറബി ഭാഷ പഠിക്കൽ പ്രാദേശിക കച്ചവടക്കാരുടെയും രാജാക്കന്മാരുടെയും ഒക്കെ ഒരു ആവശ്യമായിരുന്നു. ഡിപ്ലോമസിക്ക് വേണ്ടിയിട്ടായാലും 16-17 നൂറ്റാണ്ടുകളിലൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് എഴുതിയ പല കത്തുകളും ഇവിടുന്ന് പോയത് അറബി ഭാഷയിലാണ് എഴുതപ്പെട്ടത്. അപ്പോൾ അറബി ഭാഷ പഠിക്കുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ ഒരു ആക്ടിവിറ്റി മാത്രമായിരുന്നില്ല. കേരളത്തിൽ, മലബാറിൽ മൊത്തത്തിൽ പുറം ലോകവുമായി ബന്ധപ്പെടുന്ന രാഷ്ട്രീയക്കാരായാലും അഥവാ രാജാക്കന്മാരായാലും ഡിപ്ലോമാറ്റ്സ് ആയാലും എമിസറീസ് ആയിട്ട് ദൂതന്മാരായിട്ട് പോകുന്നവരായാലും കച്ചവടത്തിൽ ഏർപ്പെടുന്നവരായാലും എല്ലാവരുടെയും ഒരു ആവശ്യമായിരുന്നുള്ളത്. അപ്പോൾ അറബി ഭാഷ ഫ്ലുവൻ്റായിട്ട് പഠിക്കാൻ പറ്റാത്ത ആളുകൾ അറബി ലിപിയെങ്കിലും പഠിച്ചിരുന്നു എന്നുള്ളതാണ് കൂറിയ പറയുന്നത്. അപ്പം അത് പ്രാദേശികമായി ഉപയോഗത്തിലിരുന്ന ഒരു ഭാഷാരൂപമായിരിക്കണം. കാരണം അന്നത്തെ ഇപ്പം നമ്മൾ പ്രവാചകന്റെ കാലം മുതലിങ്ങോട്ട് പറയുകയാണെങ്കിൽ ആ സമയത്ത് കേരളത്തിന് അറബികളുമായിട്ട് സമ്പർക്കമുണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് ഒരു പ്രാദേശിക ഭാഷ, ഏത് ഭാഷയാണോ സംസാരിച്ചിരുന്നത് ആ ഭാഷ അറബി ലിപി ഉപയോഗിച്ച് രേഖപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സാഹചര്യവശാലോ വാണിജ്യാവശ്യം കാരണം ഉണ്ടായിരിക്കുന്നു.
അപ്പം ആ ഒരു ലിപിയും ആ ലോക്കൽ ആളുകൾ ഇവിടെ നിന്നുള്ള പ്രാദേശിക മനുഷ്യർ ഇസ്ലാം എംബ്രേസ് ചെയ്യുന്നു, ഇസ്ലാം സ്വീകരിക്കുന്നു. അതേപോലെ അറബികൾ വന്ന് ഇവിടെ താമസിക്കുന്നു, അവരിവിടെ നിന്ന് കല്യാണം കഴിക്കുന്നു, അവരുടെ മക്കളുണ്ടായി വരുന്നു. അതേപോലെ ഇസ്ലാമിക് മിഷണറീസ് ആക്ടിവിറ്റീസ് വരുന്നു പിന്നീട്. അപ്പം ഒരു 10ാം നൂറ്റാണ്ട് വരെയെങ്കിലും ഒരു പക്ഷേ അറബി മലയാളം അത്രയും എസ്റ്റാബ്ലിഷ് ആയ ഒരു ഭാഷാരൂപമായി ഉണ്ടായിരുന്നിരിക്കില്ല. പക്ഷേ ഇപ്പോൾ 12ാം നൂറ്റാണ്ട് അപ്രോക്സ് ആണ് ബാലകൃഷ്ണൻ വള്ളിക്കുന്ന് പറയുന്നത് ആദ്യത്തെ ഒരു മുസ്ലിം ദർസ്, ഇസ്ലാമിക ദർസ് സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത്. അപ്പം ആ സമയത്ത് ഇസ്ലാമിക പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, കാരണം ഈ കൺവേർട്ടായിട്ട് വരുന്ന ആളുകൾ പ്രത്യേകിച്ചിട്ട്, അതേപോലെ ഇവിടുന്ന് കല്യാണം കഴിക്കപ്പെട്ട മലയാളി സ്ത്രീകൾക്ക് അറബികൾ ഉണ്ടാവുന്ന മക്കൾ, അപ്പം അറബികളുടെ മക്കൾ മലയാളി സ്ത്രീകൾക്ക് വളരുമ്പോൾ അവർ ഉപ്പയിൽ നിന്ന് അറബിയും ഉമ്മയിൽ നിന്ന് ഇവിടുത്തെ ലോക്കൽ പ്രാദേശിക ഭാഷ ഏതാണോ അതും കേട്ടിട്ടാണ് വളരുന്നത്. അപ്പം അവർക്ക് ഫ്ലുവൻ്റായിട്ട് അറബി സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിലും അവർക്ക് ഇസ്ലാം പഠിപ്പിക്കാൻ അറബി മലയാളം ഒരു ലിപി ഉപയോഗിച്ചു. മാത്രമല്ല ഈ ഭാഷ എന്നുള്ളത് തന്നെ വളരെ ഒരു ചോദ്യമുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ പറഞ്ഞ ഡയലക്റ്റ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം, എന്താണ് ഭാഷ എന്നുള്ളത് ഒരു ചോദ്യം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അറബി മലയാളത്തിൻ്റെ ആവിർഭാവം ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണോ അല്ലയോ എന്നുള്ളത് ഒരു വ്യത്യസ്ത ചോദ്യമാണ്. പക്ഷേ അറബികളുമായിട്ട് തീർച്ചയായിട്ടും ബന്ധമുണ്ട്. അപ്പം ചരിത്രകാരന്മാർ എവിടെയാണോ അറബികളുമായി മലബാറിനുള്ള സമ്പർക്കം ഫിക്സ് ചെയ്യുന്നത് അവിടെ മുതൽ അറബി മലയാളത്തിനുള്ള ചരിത്രത്തിന്റെ ഒരു ശുരുവാത്, ഒരു സ്റ്റാർട്ടിങ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ പിന്നെ പറയപ്പെടുന്നൊരു കാര്യം, ഈ മുസ്ലിം മിഷനറിമാരുടെ അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷനറിമാരുടെയും ഒരു പ്രബോധന രീതിയിലുള്ളൊരു വ്യത്യാസത്തെ പറ്റി കാരശ്ശേരി മാഷ് അദ്ദേഹത്തിൻ്റെ തെളിമലയാളത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. മുസ്ലിങ്ങൾ എവിടെയാണോ എത്തുന്നത് ആ പ്രദേശത്ത് അവർ അറബി ഭാഷ പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. എന്നാൽ ക്രിസ്ത്യാനികൾ നേരെ മറിച്ച് ആ പ്രദേശത്തെ ഭാഷ അവർ സ്വായത്തമാക്കുകയും അതിലൂടെ ഒരു റിലീജിയൻ്റെ ഒരു പ്രചരണം നടത്തുമെന്നും പറയുന്നുണ്ട്. അറബി മലയാളത്തിൻ്റെ കേസ് വരുന്ന സമയത്ത് നമുക്കൂടെ ഒന്നും കൂടി അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ കേരളത്തിൻ്റെ? അത് അറബി മലയാളത്തിൻ്റെ കേസിൽ മാത്രമല്ല, കാരശ്ശേരി മാഷും മറ്റു പലരും, കുറിയായാലും ബാലകൃഷ്ണൻ വള്ളിക്കുന്നായാലും അറബി മലയാളത്തെ പറ്റി പഠിച്ച എല്ലാ ചരിത്രകാരന്മാരും, റഹ്മാൻ മാഷായാലും ഇല്യാസും എല്ലാവരും പറയുന്നൊരു കാര്യം, അത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. നമ്മൾ അറബി മലയാളം, അറബി തമിഴ് ആണ് കുറച്ച് കൂടുതൽ അക്കാദമികമായി പഠനം നടത്തപ്പെട്ട, ഗവേഷണം ചെയ്യപ്പെട്ട രണ്ട് ഫീൽഡുകൾ. അത് അറബി മലയാളം കുറച്ചുകൂടി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ് അറബി തമിഴിനേക്കാളും. പക്ഷേ എനിക്ക് ഓർമ്മയുള്ള 2011 ഗുജറാത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അറബി മലയാളത്തെ പറ്റിയിട്ടൊരു പ്രബന്ധം അവതരിപ്പിച്ചപ്പോൾ അവിടെ നിന്നൊരു എൻ്റെ ഒരു ബംഗാളി അക്കാദമിക് ഒരു സുഹൃത്ത് ഇതിനെ പറ്റിയിട്ട് കമൻ്റ് ചെയ്തത്, ബംഗാളിൽ ഇങ്ങനെയുള്ള ഒരു ലിപി അത് കണ്ടാൽ അറബിയാണെന്ന് തോന്നുന്നു, പക്ഷേ വായിച്ചു കേട്ടാൽ അത് ബംഗാളിയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ബംഗാളിയും അറബിയും മിക്സ് ആയിട്ടുള്ള ഒരു ലിപി, അറബി ലിപി ഉപയോഗിച്ച് എഴുതപ്പെട്ടത്. അപ്പോൾ അതിന് അറബി ബംഗാളി എന്നാണ് ഞാൻ അന്ന് വിളിച്ചത്. പക്ഷെ പിന്നീട് എന്നോട് വേറൊരു പ്രൊഫസർ പറഞ്ഞത്, ഒരു ബംഗാളിയായ JNUവിലെ പ്രൊഫസർ പറഞ്ഞത് മുസൽമാനി ബംഗ്ല എന്നാണ് അതിനൊരു അതൊരു. പക്ഷേ പിന്നീടും വേറൊരു സുഹൃത്ത് പറഞ്ഞത് മുസൽമാനി ബംഗ്ല എന്നുള്ളൊരു ഡെറഗേറ്ററി ടേമാണ്. അറബി ബംഗാളിയാണ് കുറച്ചുകൂടി അതിന് അറബി മലയാളം പോലെ. അപ്പോൾ അറബി തമിഴ്, അറബി മലയാളം, അറബി കന്നഡ, അറബി സിന്ധി, അറബി പഞ്ചാബി, അഥവാ അറബികളുടെ മിഷണറി പ്രവർത്തനങ്ങൾ എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ ലോക്കൽ ഭാഷ ആൻഡ് അറബിക് ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ബ്ലെൻഡ് ഫോം, ഒരു ഹൈബ്രിഡ് ഫോം ഉപയോഗിക്കുകയും ലിപി അറബി ലിപി ആവുകയും അത് പിന്നീട് ലോക്കൽ ഭാഷയുടെ സാഹചര്യത്തിനനുസരിച്ച് ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ അറബി മലയാളത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ, കാരണം അറബി മലയാളം വെറും അറബി ലിപി മാത്രമല്ല, അത് പേർഷ്യൻ ലിപിയെയും അതേപോലെ ഇപ്പോൾ മലയാളത്തിൻ്റെ പ്രത്യേകമായൊരു സാഹചര്യത്തിൽ രാ ഉപയോഗിക്കണമെങ്കിൽ രാ ഫാർസിയിലില്ലാത്തതാണ്. എന്നാൽ അറബിയിൽ തന്നെ രാ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ഉണ്ടാവും, പക്ഷേ ഇംഗ്ലീഷിലെ പോലെ ഒരു കേസാണ് അറബിയിൽ. റാ എഴുതുള്ളൂ, താഴെ റാൻ്റെ താഴെ പുള്ളിയിട്ട രാ ഇല്ല. ടാ നമുക്ക് മലയാളത്തിൽ പ്രത്യേകത്തിലുള്ളൊരു ശബ്ദമാണ് ടാ. കറ്റ, പൊറ്റ്, വറ്റി എന്ന്. അപ്പം നമുക്ക് അറബി മലയാളത്തിൽ റാക്ക് താഴെ ഒരു പുള്ളി ഇട്ടിട്ട് ഒരു ഡോട്ട് ഇട്ട് മുകളിലൊരു ശബ്ദം ഇട്ട് നമ്മൾ ടാ എന്ന് വായിക്കും. അതിനൊരു ഇത് വിട്ട് കൊടുത്താൽ
ഫതഹ് ഇട്ട് കൊടുത്ത് ടാ എന്ന് വായിക്കും. അപ്പോൾ കറ്റ എന്ന് നമുക്ക് അറബി മലയാളത്തിൽ എഴുതാൻ പറ്റും, അറബിയിൽ കറ്റ എന്ന് എഴുതാൻ പറ്റില്ല. പക്ഷേ അള്ളാഹു എന്ന് മലയാളത്തിൽ എഴുതാൻ പറ്റൂല. അല്ലാഹു അല്ലെങ്കിൽ അള്ളാഹു എന്ന് തന്നെ എഴുതണം. അത് അറബി അല്ലാത്ത നസ്ക്, നസ്താലിക്, കൂഫിക് അഥവാ അറബിക് ഇസ്ലാമിക്കായിട്ട് സ്ക്രിപ്റ്റുകളല്ലാത്ത ഒരു സ്ക്രിപ്റ്റിലും അള്ളാഹു എന്ന് എഴുതാൻ പറ്റൂല. കാരണം അള്ളാഹു എന്ന പദത്തിന് അതിൻ്റെതായ റൂൾസ് ഉണ്ട്. അപ്പം ഇത് ഇസ്മുൽ ജലാലിയാണ്. അപ്പം അതിന് മുമ്പ് ഫതഹ് വന്നാൽ അത് ആസ്പിറേറ്റഡ് ആയിട്ട്, ലാം ആസ്പിറേറ്റഡ് ആയിട്ട് തിക്കൻഡ് ചെയ്യും. അതിനു മുമ്പിൽ ലമ്മ വന്നാൽ അതേ പ്രൊനൗൺസിയേഷൻ ആയിരിക്കും. പക്ഷേ കസർ വന്നാൽ പ്രൊനൗൺസിയേഷൻ ഡിഫറെൻ്റ് ആണ്. അത് ബില്ലാഹി, ലില്ലാഹി. പക്ഷെ ആ ഒരു ഡിഫറൻസ് നമുക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ അഥവാ ലാറ്റിൻ സ്ക്രിപ്റ്റിലോ ഈവൻ ദേവനാഗരി ലിപിയിലും അത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം അറബി മലയാളത്തിൽ നമുക്ക് കറ്റയെന്നും എഴുതാം, അള്ളാഹു എന്ന് എഴുതാം, റബ്ബിൽ ആലമീനായ തമ്പുരാനെ എന്ന് എഴുതാം. അതുകൊണ്ടാണ് ഞാൻ അറബി മലയാളത്തെ ഒരു പ്രത്യേക ലാംഗ്വേജ് എന്ന് പറയുന്നത്. അഥവാ രണ്ട് ഭാഷകൾ സമ്മേളിച്ച ഒരു അറബിയും ഫാർസിയുടെയും അഥവാ പ്രധാനമായിട്ടും അറബിയുടെയും മലയാളത്തിൻ്റെയും ഒരു സംഗ്രഹം, ഒരു സമ്മേളനം അതിലുണ്ട്. പക്ഷേ മലയാളത്തിലെ ശബ്ദങ്ങളെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഫാർസിയിൽ നിന്ന് ലിപികൾ, ഓർത്തോഗ്രാഫിക് എലമെൻ്റ് കൊണ്ടുവന്നു, അക്ഷരങ്ങളുടെ രൂപങ്ങൾ കൊണ്ടുവന്നു. അതേപോലെ മലയാളത്തിൽ ഫാർസിയും തികയാഞ്ഞിട്ട് പുതുതായിട്ട് ഇപ്പോൾ ഴാക്ക് വേണ്ടിയിട്ട്, ടാക്ക് വേണ്ടിയിട്ട് പുതുതായിട്ട് അക്ഷരങ്ങൾ ഉണ്ടാക്കിയെടുത്തു. ഇതിന് കാരണം ഇസ്ലാമാണ് പഠിപ്പിക്കുന്നത്. ഇസ്ലാം പഠിപ്പിക്കണമെങ്കിൽ അത് പൂർണ്ണമായിട്ട് മലയാളത്തിൽ പഠിപ്പിക്കാൻ പറ്റുമോ? കാരണം ഇസ്ലാമിൻ്റെ പ്രബോധന രീതി, അതിൻ്റെ സ്കോളർഷിപ്പ്, അതിൻ്റെ പാണ്ഡിത്യം, അതിൻ്റെ നിയമാവലികൾ മൊത്തം തുടങ്ങി വന്നത് ഇപ്പം പ്രവാചക ഇസ്ലാമിക പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് വന്ന എല്ലാ സ്കോളർഷിപ്പും പ്രധാനമായിട്ടും അറബിയിലാണ് തുടങ്ങുന്നത്. പിന്നീട് അത് ഫാർസിയിലും മറ്റ് ഭാഷകളിലൊക്കെ വരുന്നുണ്ട്. അപ്പം ഇവിടെ വന്നത് മിഷണറീസ് കൂടുതലും അറബി മിഷണറീസാണ്. സദേൺ അറബിക്, ഹദ്രമോത്തിൽ നിന്ന് വരുന്ന ആളുകൾ. അപ്പം അവർ വരുമ്പോൾ അവർക്ക് അവരുടെ സ്കോളർഷിപ്പ് വരുന്നത് അറബിയിലാണ്. അപ്പോൾ അറബി ഇവിടെ അറബി അറിയാത്ത ഒരു സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അത് അറബിയിൽ നിന്ന് എത്രയൊക്കെ പ്രാദേശിക ഭാഷയിൽ സന്നിവേശിപ്പിച്ച് അതിനെ പഠിപ്പിക്കാൻ പറ്റും അവർ പഠിപ്പിച്ചു. പക്ഷെ അത് അവർ ഉപയോഗിച്ചത് അവരുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു. പിന്നീട് ഇവോൾവ് ചെയ്ത് വരുമ്പോൾ ആ സ്ക്രിപ്റ്റിന് തന്നെ ഒറിജിനലായിട്ടുള്ള അറബിക് സ്ക്രിപ്റ്റ് അല്ല നമ്മളുടെ അറബി മലയാളത്തിൻ്റെ സ്ക്രിപ്റ്റ്. അറബി മലയാളത്തിന് ഇപ്പം നസ്കാണ് അറബിയുടെ സ്ക്രിപ്റ്റ്, നസ്താലിക്കാണ് ഫാർസിയുടെ സ്ക്രിപ്റ്റ്. അറബി മലയാളത്തിന് മലബാരി സ്ക്രിപ്റ്റാണ്. അതിനെ പൊന്നാനി സ്ക്രിപ്റ്റ് എന്നും മലബാരി സ്ക്രിപ്റ്റ് എന്നും നമ്മൾ പറയുന്നു. അറബി മലയാളം എന്നുള്ള പദം തന്നെ മങ്ങാട് മാഷ് പറയുന്നത് അത് മക്തിത്തങ്ങളാണ് അറബി മലയാളം എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനു മുമ്പ് ഇത് മലബാരിയ, ലോകത്തിൽ മലബാരിയ എന്നാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ മാപ്പിള മലയാളം എന്ന് അതിന് മെയിൻ സ്ട്രീമിൽ ഉപയോഗം ഉണ്ടായിരുന്നു. പക്ഷേ ലോകത്തിൽ മലബാരി ഭാഷ എന്നാണ്. അറബി മലയാളം എന്ന് മക്തിത്തങ്ങളാണ് ഉപയോഗിക്കുന്നത്. ആ ഉപയോഗം തന്നെ ഇന്ന് പല രീതിയിലുണ്ട്. ഇംഗ്ലീഷ് അക്കാഡമിയിൽ അറബി സ്പേസ് മലയാളം എന്നെഴുതുന്നവരുണ്ട്, അറബിക് സ്പേസ് മലയാളം എഴുതുന്നവരുണ്ട്, അറബി ഹൈഫൻ മലയാളം എന്നെഴുതുന്നുണ്ട്, അറബിക് ഹൈഫൻ മലയാളം എന്നുണ്ട്. ഞാൻ പക്ഷെ ഒറ്റ വാക്കായിട്ടാണ് ഇത് എഴുതുന്നത്, അറബി മലയാളം. അറബി മലയാളത്തിൽ എ ക്യാപിറ്റൽ, ബാക്കിയൊക്കെ സ്മോൾ. അഥവാ അതൊരു ഭാഷയുടെ പേരാണ്, ഒരു പ്രൊനൗൺ ആണെന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഈ നിങ്ങൾ പറഞ്ഞ ഈ മിഷണറിമാർ ഇത് ചെയ്യുന്നുള്ളത്, പക്ഷെ അത് അറബി മലയാളത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അത് മൊത്തത്തിൽ കോസ്റ്റൽ ബെൽറ്റിലും മിഷണറി പ്രവർത്തനങ്ങൾ എവിടേക്ക് നടന്നു, നമുക്കത് ബംഗാൾ മുതൽ പഞ്ചാബ് വരെ എൻ്റെ സൗത്ത് ഈസ്റ്റേൺ, സൗത്ത് വെസ്റ്റേൺ കോസ്റ്റിൽ അത് കാണാൻ പറ്റുന്നുള്ളതാണ്. അതിൽ കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്, കൂടുതൽ കമ്പാരിറ്റീവ് സ്റ്റഡീസ്. ഇപ്പം അറബി കന്നഡ ആൻഡ് അറബി മലയാളത്തിലെ കൃതികൾ, അതുപോലെ അറബി തമിഴ്, അറബി മലയാളത്തിൽ, അറബി തമിഴും അറബി മലയാളമായിട്ട് താരതമ്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ പ്രത്യേകിച്ചും പടയപ്പാട്ടും മറ്റു പാട്ടുകളെ പറ്റിയിട്ട്, പടപ്പാട്ടിൻ്റെ കാര്യത്തിലൊക്കെ. പക്ഷെ മറ്റ് അത്തരം ബ്ലെൻഡുകൾ, ഹൈബ്രിഡ് ലാംഗ്വേജിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഭാഷയാണ് അറബി മലയാളം എന്ന് പറയുമ്പോൾ തന്നെ, ഇപ്പോൾ അറബി മലയാളത്തിൻ്റെ ഏറെക്കുറെ അതേ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ബ്യാരി, അതേപോലെ തന്നെ ഇപ്പോൾ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഭാഷ, ഇതൊക്കെ കാലാന്തരത്തിൽ അവസാനിച്ചു ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും അറബി മലയാളത്തിന് അത്ര പോലും ആയുസുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഈ അറബി മലയാളം ഒരു ഭാഷയാണെന്ന് പറയുമ്പോൾ ഒരു ഭാഷയ്ക്ക് ഉണ്ടാവേണ്ട പല കാര്യങ്ങളും അറബി മലയാളത്തിൻ്റെ കേസിൽ നമുക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നില്ലേ? ഉദാഹരണം പറയുമ്പോൾ സ്വന്തമായിട്ടുള്ള അക്ഷരങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും നമുക്ക്
മിസ്സിങ് തോന്നുന്നു. അത് ഉച്ചരിക്കുന്നതും ഇപ്പോൾ മലയാളത്തിൽ എഴുതുമ്പോൾ മലയാളത്തിൽ സ്വതന്ത്രമായിട്ട് നമുക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇത് ഈ പരിമിതി എങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും? അല്ല, ലിപി എന്നുള്ളത് വലിയൊരു കാര്യമാക്കേണ്ട ആവശ്യമുള്ളതല്ല. അതിന് കാരണം അറബി മലയാളത്തിന് സ്വന്തമായിട്ട് ലിപി ഉണ്ടെന്നാണ് എൻ്റെ വാദം. അഥവാ ഫാർസിയുടെ നസ്താലിക് ലിപിയുടെയും അറബിയുടെ ഒറിജിനൽ നസ്ക് ലിപിയുടെയും ഒരു ബ്ലെൻഡ് വേർഷനാണ് പൊന്നാനി ലിപി. അഥവാ ഓർത്തോഗ്രഫി നമ്മൾ അക്ഷരങ്ങൾക്ക് വേണ്ടിയിട്ട്, ശബ്ദോച്ചാരണത്തിനുള്ള അക്ഷരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നസ്താലിക്കിൻ്റെ രൂപങ്ങൾ എടുക്കുന്നു. പ, ച, ഗ, കായ്ക്ക് മുകളിലൊരു വരയിട്ടിട്ടുള്ള ഗ, അതേപോലെ കായുടെ കൂടെ ഒരു ഹ ഇട്ടിട്ട് ഖ, നമ്മൾ ഖരം, അതൊക്കെ നമ്മൾക്ക് ഫാർസിയുടെ മോഡൽ നിന്നാണ് നമുക്ക് വരുന്നത്. അഥവാ നസ്കിനെ നമ്മൾ നസ്താലിക്കുമായിട്ട് സന്നിവേശിപ്പിച്ചിട്ട് പുതിയൊരു, അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ ഒറ്റ കറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കോഴിക്കോട് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ നസ്താലിക്കിനേക്കാളും അപ്പുറം പോയിട്ട് അതിൻ്റെ ഫർദർ വേർഷനായിട്ട് പുതിയൊരു ലിപികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പുതിയ ലിപി രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ നസ്ക് വളരെ തിന്നാണ്. നേരിയ അറബി നസ്ക് നേരിയ എഴുത്താണ്. പക്ഷേ പൊന്നാനി ലിപികൾ ആദ്യകാല പ്രിന്റിംഗ് ഒക്കെ ശ്രദ്ധിച്ചാൽ കട്ടിയാണ്, തിക്കൻഡ് വേർഷനാണ്. അപ്പം മറ്റ് ഭാഷകൾ, ഇപ്പം യൂറോപ്പിലെ പല ഭാഷകൾക്കും സ്വന്തമായിട്ട് ലിപിയില്ല. അവരൊക്കെ ലാറ്റിൻ ലിപിയാണ് ഉപയോഗിക്കുന്നത്. ലാറ്റിൻ ലിപിയിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെയാണ്, ലാറ്റിൻ ഗ്രാമറിലും വലിയ മാറ്റങ്ങളില്ലാതെയാണ് പല ഭാഷകളും ഉപയോഗിക്കുന്നത്. ഭാഷ പറയുന്ന രീതികൾ ഓരോരുത്തരും വ്യത്യാസമാണ്, പക്ഷേ ലിപി ഓൾമോസ്റ്റ് എല്ലാവരുടെയും സെയിം ആണ്. അതുകൊണ്ട് തന്നെ അറബി മലയാളത്തിനാണെങ്കിൽ കുറച്ചുകൂടി മോഡിഫൈഡ് സ്ക്രിപ്റ്റാണ്, പേർസോ അറബിക് മോഡിഫൈഡ് സ്ക്രിപ്റ്റാണ്. അഥവാ പേർഷ്യൻ നസ്താലിക്കിനെയും നസ്കിനെയും ഒന്നിച്ച് കൂട്ടിയിട്ട് കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അറബി മലയാളത്തിന് സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് തന്നെ പറയാം. പൊന്നാനി ലിപി ഒരു മോഡിഫൈഡ് സ്ക്രിപ്റ്റ് ആണെന്ന് പറയാം. എന്നാൽ ലോകത്ത് പല ഭാഷകൾക്കും സ്ക്രിപ്റ്റ് ഇല്ല. അപ്പം ഹിന്ദിക്ക് സ്ക്രിപ്റ്റ് ഉണ്ടോ? ഹിന്ദി ഉപയോഗിക്കുന്നത് ദേവനാഗരി സ്ക്രിപ്റ്റാണ്. ദേവനാഗരി സാൻസ്ക്രിറ്റിൻ്റെ സ്ക്രിപ്റ്റാണ്. സാൻസ്ക്രിറ്റിന് സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് ഉണ്ട്. അതേപോലെ തുളു ഭാഷ നമ്മുടെ നാട്ടിലുള്ളൊരു ഭാഷയാണ്. തുളുനാട് എന്ന് പറഞ്ഞ സ്ഥലം തന്നെ നോർത്ത് മലബാറിലാണ്. പക്ഷെ തുളുവിൽ രാമായണം എഴുതപ്പെട്ടിട്ടുണ്ട്. രാമായണം എഴുതപ്പെട്ട തുളുവിന് സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് ഇല്ല. മലയാളത്തിന് തന്നെ സ്വന്തമായിട്ടൊരു ആധികാരിക സ്ക്രിപ്റ്റ് ഉണ്ടായി വരുന്നത് അച്ചടി സംസ്കാരം വന്നതോടുകൂടിയാണ്. അതിനു മുമ്പ് മലയാളത്തിന് ആധികാരികമായ ഒരു സ്ക്രിപ്റ്റ് ഇല്ല. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ കോലെഴുത്തും വട്ടെഴുത്തും ഗ്രന്ഥയും ഇങ്ങനെ എഴുതുന്നുള്ളതാണ്. അപ്പം സ്ക്രിപ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് ഒരു അവിഭാജ്യ ഘടകമാണ് ഭാഷയുടെ ഒരു അസ്തിത്വത്തിന്. പക്ഷേ ലോകത്ത് പല ഭാഷകൾക്കും സ്ക്രിപ്റ്റ് ഇല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അറബി മലയാളത്തിനാണെങ്കിൽ സ്ക്രിപ്റ്റ് ഉണ്ട് താൻ, മോഡിഫൈഡ് സ്ക്രിപ്റ്റ് ഉണ്ട് താൻ. അഥവാ ഉറുദുവിൻ്റെ കാര്യം എടുത്താൽ ഉറുദുവിൻ്റെ നസ്താലിക് സ്ക്രിപ്റ്റാണ്, അത് ഫാർസിയുടെ സ്ക്രിപ്റ്റാണ്. ഉറുദു ഭാഷയാണോ? ഈ ചോദ്യം പല ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളും ഇപ്പൊ ഫേസ് ചെയ്യുന്നുണ്ട്. സ്വാഹിലി, അതേപോലെ ജാവനീസ് അറബി സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിരുന്നത്. ടർക്കിഷ് ആദ്യം നസ്ക് സ്ക്രിപ്റ്റും ഉപയോഗിച്ചിരുന്നതാണ്. പിന്നീട് അവർ റോമൻ സ്ക്രിപ്റ്റിലേക്ക് മാറി, ലാറ്റിനേറ്റ് സ്ക്രിപ്റ്റിലേക്ക് മാറി. ഉസ്ബെക്കിസ്ഥാൻ ലാംഗ്വേജ് റഷ്യനിലോട് ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് ഉപയോഗിച്ചാണ് എഴുതുന്നത്. അതൊരു ആദ്യം ഉപയോഗിച്ചിരുന്നത് സ്ക്രിപ്റ്റ് നിന്ന് റോമൻ സ്ക്രിപ്റ്റിലേക്ക് മാറാണ്, ലാറ്റിനേറ്റ് സ്ക്രിപ്റ്റിലേക്ക് മാറാണ്. അപ്പം ഉറുദു പേർഷ്യനേറ്റ് സ്ക്രിപ്റ്റാണ് ഉപയോഗിക്കുന്നത്. നസ്താലിക് ഒരു പേർഷ്യനേറ്റ് സ്ക്രിപ്റ്റാണ്. അപ്പം ഉറുദുവിന് സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് ഇല്ല, കാരണം അതിൽ കൂടുതൽ മോഡിഫിക്കേഷൻ ഉറുദു വരുത്തുന്നില്ല. പക്ഷെ അറബി മലയാളം മോഡിഫൈഡ്, അഥവാ രണ്ട് സ്ക്രിപ്റ്റുകൾ കൊണ്ടുവന്നിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്തിട്ട് വേറൊരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പിന്നുള്ളത് ഗ്രാമറിൻ്റെ ഒരു ചോദ്യമാണ്. അറബി മലയാളത്തിന് ഗ്രാമർ ഇല്ലെന്നാണ് അറബി മലയാളത്തെ പറ്റി പഠിച്ച കൂടുതൽ ആളുകളും പറയുന്നത്. അറബി മലയാളം എന്നുള്ളത് മലയാളം അറബിൽ ഉപയോഗിച്ച് എഴുതുന്നു, അത്രയേ ഉള്ളൂ എന്നുള്ളതാണ് പല പണ്ഡിതന്മാരുടെ അഭിപ്രായം. പക്ഷേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മലയാളം അറബി ലിപി ഉപയോഗിച്ച് എഴുതുന്ന രീതി മാത്രമായിരുന്നെങ്കിൽ അച്ചടി വരുന്നതോടെ അറബി മലയാളത്തിന് വേണ്ടി പ്രത്യേക അച്ചടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു മലയാളത്തിലേക്ക്, അച്ചടിയിലേക്ക്. കാരണം ഗ്രന്ഥലിപി എസ്റ്റാബ്ലിഷ് ആയതോടെ മറ്റു ലിപികളുടെ ആവശ്യമില്ല, അതെല്ലാവരും ഫോളോ ചെയ്താൽ മതി. അത് സംഭവിക്കുന്നില്ല അറബി മലയാളത്തിൽ. അതുമാത്രമല്ല, ഖാദി മുഹമ്മദിന് അറബി മലയാളം അല്ലെങ്കിൽ അറബി ലിപി മാത്രമായിരുന്നു അറിയാമായിരുന്നത് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. ഖാദി മുഹമ്മദ് സാമൂതിരിമാരുമായിട്ട് അടുത്ത ബന്ധമുള്ള, അദ്ദേഹം ഒരു മതപണ്ഡിതൻ മാത്രമായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹം ഒരു
ഇവിടെ നിലനിന്നിരുന്ന രാഷ്ട്രീയ സെറ്റപ്പുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന, വളരെ പരിചയം കോണ്ടാക്റ്റുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ഒരു ഭാഷാ പണ്ഡിതന് കൂടിയായിരുന്നിരിക്കണം. അദ്ദേഹത്തിന് പ്രാദേശിക ഭാഷയിലും പ്രാദേശിക ലിപികളിലൊക്കെ നല്ല അവഗാഹം ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെ ഒരാൾ അറബി മലയാളം തിരഞ്ഞെടുക്കണമെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ കൂടിയാണ്. അഥവാ ഈ ലിപി എഴുതുന്ന, വായിക്കുന്ന, ഈ ഭാഷ സംസാരിക്കുന്ന ഒരാൾക്കൂട്ടം ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൂടിയാണ്. അതൊരു ഡോക്യുമെൻറ്റേഷനാണ് അദ്ദേഹം ചെയ്തത്. അത് അതേപോലെ അച്ചടി വരുമ്പോൾ, മലയാളത്തിന് ഗ്രന്ഥലിപിയിൽ അച്ചടി എസ്റ്റാബ്ലിഷ് ആകുമ്പോൾ കുറേയൊന്നും വൈകാതെ തന്നെ അറബി മലയാളത്തിനും അച്ചടി സംസ്കാരം വരാം. അതിനർത്ഥം നിങ്ങൾ വാമൊഴി ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുകയാണ് വരമൊഴി വരുമ്പോൾ. വരമൊഴിയിൽ നിന്ന് അച്ചടിയിലേക്ക് വരുമ്പോൾ അത് എസ്റ്റാബ്ലിഷ്ഡ് ആവുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു അച്ചടി സംസ്കാരമുണ്ട്, വാമൊഴിയുണ്ട്, വരമൊഴിയുണ്ട്, ലിപിയുണ്ട്. ഗ്രാമർ ഇല്ല എന്ന് പറയുന്നതിൽ വലിയൊരു പ്രശ്നം നമ്മൾ കാണുന്നത് ഒ ആബു അദ്ദേഹമാണ്, അബുമാഷാണ് അറബി മലയാളത്തെ പറ്റി ആധികാരികമായി പഠനം നടത്തിയ ആദ്യത്തെ ഒരു പുസ്തകമൊക്കെ എഴുതിയ അറബി മലയാള സാഹിത്യ ചരിത്രം എഴുതി. ആബു മാഷ് പറയുന്നത് അറബി മലയാളത്തിന് കൃത്യമായ ഗ്രാമർ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അറബി മലയാളത്തിന് ഗ്രാമർ ഉണ്ടോ ഇല്ലോ എന്നുള്ള ചോദ്യം അതൊരു ബാലിശമായ ചോദ്യമാണ്. കാരണം ഇംഗ്ലീഷിന് ഗ്രാമർ ഉണ്ടോ? ഇംഗ്ലീഷ് ആരുടെ ഗ്രാമറാണ് ഉപയോഗിക്കുന്നത്? ഇംഗ്ലീഷ് ഗ്രാമർ വരുന്നത് ഇംഗ്ലീഷ് ഭാഷയുടെ റോമൻ ആൻഡ് കെൽറ്റിക് റൂട്ടിൽ നിന്ന്. അഥവാ ഇംഗ്ലീഷ് ഭാഷ നമ്മൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞത് ഫ്രഞ്ച്, ജർമ്മൻ, റോമൻ, കെൽറ്റിക് എല്ലാം കൂടിച്ചേർന്നൊരു ഭാഷയാണ്. അപ്പം ആ ഭാഷയുടെ ഗ്രാമർ, ആ ഭാഷ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് വന്നത്, അതിൻ്റെയൊക്കെ സോഴ്സിൻ്റെ ഗ്രാമർ നിയമങ്ങളുടെ ഒരു ബ്ലെൻഡ് ഉണ്ടാവും. ഇപ്പം ഹിന്ദിയുടെ ഗ്രാമർ ഇതാണ്. ഹിന്ദിയുടെ അക്ഷരമാല തന്നെ സംസ്കൃത അക്ഷരമാലയുടെ കോപ്പിയാണ്. മലയാളത്തിൻ്റെ അക്ഷരമാല സംസ്കൃത അക്ഷരമാലയുടെ കോപ്പിയാണ്. നമ്മൾ ഈ വോയിസ്ഡ് വോയിസ്ലെസ് ഖ ഗ ആ ഒരു സ്ട്രക്ചറിലാണ്. ഇപ്പം ഹിന്ദി അക്ഷരമാല വാങ്ങിയിട്ട് അതിൻ്റെ ഇപ്പുറത്ത് മലയാള അക്ഷരമാല വെച്ചാൽ രണ്ട് അക്ഷരമാലകളും വായിച്ചു പോകുമ്പോൾ നിങ്ങൾ ലിപി നോക്കി വായിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് ഏത് വർഷത്ത് വേണമെന്ന് നോക്കാം. ചെറിയൊരു ഇപ്പം ങ അതുപോലുള്ള ഒന്ന് രണ്ട് ഞ ഒക്കെയുള്ള വ്യത്യാസം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 90% ഓൾമോസ്റ്റ് സെയിം ആണ്. സ്ട്രക്ചർ ഓഫ് എങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്, സ്വരങ്ങളെയും വ്യഞ്ജനങ്ങളെയൊക്കെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, അത് ഓൾമോസ്റ്റ് സെയിം ആണ്. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മലയാളത്തിന് സ്വന്തമായിട്ട് ഒരു വേറെ സ്ട്രക്ചർ ഉണ്ടായിക്കൂടെ? കത്ത വെച്ച് തുടങ്ങിയാൽ പോരെ, കഖഗാന ആവണമെന്ന് നിർബന്ധമില്ലല്ലോ സ്വന്തമായിട്ട്. പക്ഷേ അതില്ല, അത് മറ്റിടത്ത് സംസ്കൃതത്തിൻ്റെയും ഹിന്ദിയുടെയൊക്കെ അതേ ഒരു കോപ്പിയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം അറബി മലയാളത്തിൻ്റെ ഗ്രാമർ എന്ന് പറയുന്നത്, അറബി മലയാളത്തിലെ ഏറ്റവും ഡോമിനൻ്റ് ഭാഷ രീതികൾ ഏതാണ്? അത് പ്രാദേശിക ഭാഷയാണ്. അത് നമ്മൾ വരമൊഴിയിലും അച്ചടിയിലൊക്കെ എസ്റ്റാബ്ലിഷ് ആയി വരുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന സ്റ്റാൻഡേർഡ് മലയാളമാണ്. കാരണം അതാണ് എസ്റ്റാബ്ലിഷ് വന്ന് അതിന് എസ്റ്റാബ്ലിഷ് ആവുന്ന എല്ലാ ഭാഷകൾക്കും അതിൻ്റേതായ ആധികാരിക രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഗ്രാമർ സ്ട്രക്ചർ എന്താണോ അത് അറബി മലയാളം ഫോളോ ചെയ്യും. അപ്പം നമ്മൾ പറയുന്ന അപ്പം ഇംഗ്ലീഷിലെ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ആണ് പാറ്റേൺ. ഇന്ത്യൻ ലാംഗ്വേജുകളിൽ മൊത്തത്തിൽ പൊതുവെയുള്ള ഒരു സ്ട്രക്ചറിന് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വെർബാണ്. അവൻ അത് ചെയ്തു. ഇംഗ്ലീഷിലാണെങ്കിൽ ഹി ഡിഡ് ദാറ്റ്, അവൻ ചെയ്തു അത് എന്ന് പറയാം. മലയാളത്തിൽ ഹിന്ദിയിലാണെങ്കിൽ ഉസ്നെ വോ കിയ. അപ്പം ഈ കർത്താവ് കർമ്മം ക്രിയയാണ് വരുന്നത്. അറബി മലയാളത്തിൽ നമ്മൾ അങ്ങനെ പറയാം. മലയാളത്തിൻ്റെ ആ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ ഗ്രാമർ. പക്ഷേ മലയാളത്തിന് ഇല്ലാത്ത കാര്യങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞ അള്ളാഹു എന്ന അതിൻ്റെ ആ ഒരു പദം, ദൈവിക നാമത്തിൻ്റെ ഉച്ചാരണ നിയമം, അത് ഇസ്മുൽ ജലാലത്തിൻ്റെ ഉച്ചാരണ നിയമം അറബിക് തജ്വീദുള്ളതാണ്. അത് അറബി തജ്വീദിൻ്റെ നിയമമാണ്. അപ്പോൾ ആ തജ്വീദിൻ്റെ നിയമമാണ് നമ്മൾ അറബി മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. അതേപോലെ ആലം എന്ന് നമുക്ക് മലയാളത്തിൽ എഴുതാം. അറബിയിൽ ആലം എന്ന് രണ്ട് രീതിയിൽ എഴുതാം. ഒന്ന് അലിഫ് വെച്ചിട്ട് എഴുതാം, ആയിന് വെച്ചിട്ട് എഴുതാം. അപ്പം ഫൊനറ്റിക് റൂള് അനുസരിച്ച്, അഥവാ പ്രൊനൗൺസിയേഷൻ നിയമം, ഉച്ചാരണ നിയമം അനുസരിച്ച് അറബിയിൽ
അറബിയിൽ ആലം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദുനിയാവെന്നാണ്, ലോകം എന്നാണൊക്കെ നമ്മൾ പറയുന്ന ആലം. ആലം എന്ന് പറഞ്ഞ വാക്ക് മാറി. മലയാളത്തിൽ നിങ്ങൾ അതെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? അതിനെങ്ങനെ ആലം, ആ ലം എന്ന് നമ്മൾ മലയാളത്തിൽ എഴുതിയാൽ അത് നമ്മളെങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? അതിൻ്റെ ഉച്ചാരണം എങ്ങനെ ചെയ്യും? ഇപ്പം അറബി അറിയാത്ത ഒരാൾ നിങ്ങൾ ആലം എന്ന് എഴുതി കാണിച്ചാൽ ആലങ്ങൾക്കുടയവനെ, ആലങ്ങൾക്കുടയവൻ അല്ലാഹു എന്നുള്ളത് ഒറ്റ ഉച്ചാരണമാണ്. അത് മലയാളത്തിന്റെ ഒരു രീതിയാണ്. അറബിയിൽ അങ്ങനെ റബ്ബുൽ ആലമീൻ, അള്ളാഹു റബ്ബുൽ ആലമീൻ എന്ന് 3 പദങ്ങളായിട്ട് എഴുതണം. അത് അള്ളാഹു എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്തും റബ്ബുൽ ആലമീൻ എന്നുള്ളത് കൂട്ടി എഴുതും. പക്ഷെ 2 പദങ്ങളാണ് നമ്മൾ കൂട്ടി എഴുതും. മലയാളത്തിൽ അങ്ങനെയല്ല. മലയാളത്തിൽ ആലങ്ങൾക്കുടയവൻ അള്ളാഹു എന്ന് ഒറ്റ വാക്കായിട്ട് നമുക്ക് 3 വാക്കുകളെ കൂട്ടിയിട്ട് ഒറ്റ വാക്കായിട്ട് എടുക്കാം. അത് അറബി മലയാളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം മലയാള ഭാഷയുടെ ഈ വാക്കുകളെ സമ്മേളിപ്പിക്കുന്ന ആ നിയമം നമ്മൾ അറബി മലയാളത്തിൽ ഉപയോഗിക്കും. പക്ഷേ ഉച്ചാരണ നിയമം അറബിയുടെയാണ് വരുന്നത്, മലയാളത്തിൻ്റെ അല്ല. കാരണം നിങ്ങൾ ആലങ്ങൾക്കുടയവൻ അള്ളാഹു എന്ന് പറയാൻ പറ്റില്ല. ആലങ്ങൾക്കുടയവൻ അള്ളാഹു എന്ന് തന്നെ പറയണം. എന്നാലേ നമുക്ക് അർത്ഥം ക്ലിയർ ആവുള്ളൂ. ഭാഷ അൾട്ടിമേറ്റ്ലി ഉച്ചാരണത്തിനനുസരിച്ചിട്ടാണ് അർത്ഥം വ്യത്യാസം വരിക, അല്ലേ? ഉച്ചാരണം തെറ്റിയാൽ അർത്ഥം തെറ്റും. ഇപ്പം കൽബും തമ്മിലുള്ള ഒരു വ്യത്യാസം. നമുക്ക് ഈ കൽബെന്ന് മലയാളത്തിൽ എഴുതാം, മലയാളത്തിൽ ഖ ഉപയോഗിച്ച് കൽബെന്ന് എഴുതാം. പക്ഷേ അറബിയിൽ അത് രണ്ടും അറബി വാക്കാണല്ലോ. കൽബ് എന്നുള്ളതും കൽബ് എന്നുള്ളതും അറബി വാക്കാണ്. എൻ്റെ കൽബാണ് നീ എന്ന് പറഞ്ഞാൽ എൻ്റെ കൽബാണ് നീ എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് സാധനങ്ങളാണ്. പാട്ടിന്റെ കോൺടെസ്റ്റില് ഒരു വളരെ ഫെമിലിയർ മലയാളത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് ഇപ്പം പല ആൽബം സോങ് സിനിമാ പാട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. കൽബാണ്, എൻ്റെ കൽബാണ്, എൻ്റെ കൽബിലെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു പാട്ട് പാടി, എൻ്റെ കൽബിലെ വെണ്ണിലാവിൽ എന്നുള്ള ഒരു സിനിമയിലെ പാട്ടാണെന്ന് തോന്നുന്നു, വിനീത് ശ്രീനിവാസൻ പാടി. അപ്പം ഞാൻ പറഞ്ഞു ഇത് കൽബല്ല, കൽബാണ്. കാരണം ഈ കൽബ് എന്ന് പറഞ്ഞാൽ കാ വരുമ്പോൾ അർത്ഥം മാറി, അത് കാഫാണ്. അപ്പം ഈ കാഫും കാഫിൻ്റെയും തമ്മിലുള്ള ഉച്ചാരണ വ്യത്യാസം അത് അറബിക് തജ്വീദ് എന്ന്, അറബിക് ഫെനറ്റിക്സ് എന്നാണ് വരുന്നത്. അതിന് മലയാളത്തിൽ ഉച്ചാരണ നിയമങ്ങളില്ല. മലയാളത്തിൽ നിങ്ങൾക്ക് കൽബെന്ന് എഴുതാം, കാ ഉപയോഗിച്ച് എഴുതാം, അല്ലെങ്കിൽ ഖ ഉപയോഗിക്കാം. കാഫ് മലയാളത്തിലില്ല. അപ്പം ഈ മലയാളത്തിൽ ഇല്ലാത്തൊരു ശബ്ദത്തിൻ്റെയും അക്ഷരത്തിൻ്റെയും ഉച്ചാരണ നിയമം മലയാളത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അറബി മലയാളത്തിൽ പക്ഷെ കായുണ്ട്, ഖായുണ്ട്, ഗായുണ്ട്, ഘാവുണ്ട്, അതേപോലെ കാഫും ഉണ്ട്. അറബി മലയാള അക്ഷരമാലയിൽ മലയാളത്തിലെ എല്ലാ അക്ഷരങ്ങളും ഉണ്ട്, എല്ലാ ശബ്ദങ്ങളും ഉണ്ട്. അറബിയിലെ എല്ലാ അക്ഷരങ്ങളുണ്ട്, എല്ലാ ശബ്ദങ്ങളുണ്ട്. അത് രണ്ടും സമ്മേളിക്കുമ്പോഴാണ് അറബി മലയാള അക്ഷരമാലയും അറബി മലയാള ഫൊനറ്റിക്സും അഥവാ ശബ്ദ ശൃംഖലയും നമുക്ക് കിട്ടുക. അപ്പം അറബി ഭാഷയുടെ നിയമങ്ങളിൽ ചില നിയമങ്ങൾ അറബി മലയാളത്തിലേക്ക് എടുക്കേണ്ടി വരും, മലയാള ഭാഷയുടെ നിയമങ്ങൾ എടുക്കേണ്ടി വരും. ഈ 2 നിയമങ്ങളും ചേർന്നതാണ് അറബി മലയാളത്തിൻ്റെ ഗ്രാമർ എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഗ്രാമർ ഇല്ല എന്ന് പറയാൻ പറ്റുന്നില്ല. നമുക്ക് ഗ്രാമറുണ്ട്, നമുക്ക് ലിപിയുണ്ട്, നമുക്ക് വാമൊഴിയുണ്ട്, വരമൊഴിയുണ്ട്, അച്ചടിയുണ്ട്. ഇതിൽ കൂടുതൽ എന്താണ് ഒരു ഭാഷയ്ക്ക് ആ ഭാഷയെ ഭാഷയെന്ന് വിളിക്കാൻ വേണ്ടത്? അതെ, സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ പോയിന്റ് തന്നെ ഒരു കാര്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു അറബി മലയാളത്തിന് പിന്നെ വരമൊഴി ചരിത്രത്തിൻ്റെ മുമ്പുള്ള ഒരു വാമൊഴി ചരിത്രമുണ്ട്. ഈ വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്കുള്ള ഈ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ഈ ഒരു ട്രാൻസിഷൻ പീരീഡ്, അതിലിപ്പോൾ കേരളത്തിൽ ജനിച്ച് ജീവിച്ച ഒരു ഭാഷ എന്നുള്ള നിലയിൽ അറബി മലയാളം, ഈ അറബിക് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നൊരു ചോയ്സ് ഉണ്ടല്ലോ, അത് എത്രത്തോളം സ്യൂട്ടബിൾ ആണ് എന്നതിനെ പറ്റി എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ലൈക്ക് വേണമെങ്കിൽ അവർക്ക് ഒരു മലയാളം ചോയ്സ് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് സ്ക്രിപ്റ്റ് ചോയ്സ് എന്നുള്ളത് കുറച്ചുകൂടി പൊളിറ്റിക്കലാണ്. ഖാദി മുഹമ്മദ് അദ്ദേഹത്തിന് മൊഹീദ്ദീൻ മല എഴുതുമ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹം
പ്രാദേശിക ഭാഷകളെ പറ്റിയിട്ടും ലിപികളെ പറ്റിയിട്ടൊക്കെ നന്നായിട്ട് അവഗാഹമുള്ള ഒരു പണ്ഡിതനായിരുന്നിരിക്കും. അത് അങ്ങനെയല്ല എന്ന് ചിന്തിക്കാൻ നമുക്ക് നിർവാഹമില്ല. കാരണം അദ്ദേഹം സാമൂതിരിമാരുമായിട്ടും മറ്റുമൊക്കെ നല്ല ബന്ധമുള്ള ആളായിരുന്നു. അപ്പം അദ്ദേഹത്തിന് പ്രാദേശികതയെ പറ്റി നല്ല വിവരമാണ്. അപ്പം അദ്ദേഹം അങ്ങനെ എഴുതുമ്പോൾ അദ്ദേഹത്തിന് കോലെഴുത്ത് ഉപയോഗിക്കാമായിരുന്നു, വട്ടെഴുത്ത് ഉപയോഗിക്കാമായിരുന്നു, ഗ്രന്ഥലിപി ഉപയോഗിക്കാമായിരുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം ഉപയോഗിക്കുന്നത് അറബി ലിപിയാണ്. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ പല പണ്ഡിതന്മാരും അറബി ഭാഷയെ ഗ്രന്ഥത്തിനുള്ള രചനയ്ക്കുള്ള ഭാഷയായിട്ട് ഉപയോഗിച്ചു. അദ്ദേഹം അറബി മലയാളത്തിൽ എഴുതിയത്, അദ്ദേഹത്തിന് അറബിയിൽ എഴുതാൻ മതി. അദ്ദേഹം അറബി മലയാളത്തിൽ എഴുതാണ്. അപ്പോൾ അതിന് കാരണം രണ്ടാണ്. ഒന്ന് അവിടെ ഇത് എഴുതാനും വായിക്കാനും അറിയാവുന്ന ഒരു സമുദായം ഉണ്ട് എന്നുള്ളത്, ഒരു വായനാ സമൂഹം ഉണ്ട്. ലിറ്ററസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മാപ്പിള ചരിത്രത്തെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ബ്രിട്ടീഷ് എഴുത്തുകൾ നോക്കിയാൽ, അല്ലെങ്കിൽ ഏർലി പ്രോ ബ്രിട്ടീഷ് എഴുത്തുകൾ നോക്കിയാൽ, മാപ്പിളമാരെ പറ്റിയിട്ടുള്ള ഒരു പ്രധാന എഴുത്ത് എന്ന് പറയുന്നത് അവർക്ക് വിവരമില്ല എന്നുള്ളതാണ്, അക്ഷരാഭ്യാസം ഇല്ല എന്നുള്ളതാണ്, സാക്ഷരത ഇല്ല എന്നുള്ളതാണ്, ലിറ്ററസി ഇല്ല എന്നുള്ളതാണ്. അത് വൈദ്യരെ പറ്റിയൊക്കെ പുകഴ്ത്തി എഴുതിയ ഫോസറ്റ് പോലും പറയുന്നത്, പക്ഷേ ഈ ഒരു സമുദായം വളരെ അക്ഷരാഭ്യാസമായിട്ടും വിദ്യാഭ്യാസമായിട്ടും എഴുത്തും വായനയായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു സമുദായത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരാൾ വരുന്നുള്ളത് വലിയൊരു ജീനിയസ് എന്നുള്ള വലിയ സംഭവമാണെന്നുള്ളതാണ്. പക്ഷേ വൈദ്യർ വരുന്നത് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് എ ട്രഡീഷൻ. ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയുള്ള എഴുത്തും വായനയുള്ള സംസ്കാരത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് വൈദ്യർ. വൈദ്യർ കുറച്ചുകൂടി ഭാഷ കോംപ്ലിക്കേറ്റ് ആവുന്നു എന്നുള്ളതാണ് വൈദ്യർ വരുമ്പോൾ. പക്ഷേ അവിടെ ഒരു സമുദായം ഉണ്ട് എന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ട്. അതൊരു ഭാഗം. മറ്റത് ആ സമുദായം, ആ വായനാ സമൂഹം അവരെ അക്നോളജ്മെന്റ്, ഒരു റെക്കഗ്നിഷൻ അർഹിക്കുന്നുണ്ട് എന്നുള്ളൊരു റിയലൈസേഷൻ, ഒരു അസേഷൻ പറയുന്നത്. അഥവാ ഇപ്പോൾ വേറൊരു ലിപി ഉപയോഗിച്ച്, ഇപ്പം ഗ്രന്ഥലിപി ഉപയോഗിച്ച് അല്ലെങ്കിൽ കോലെഴുത്ത് ഉപയോഗിച്ച് വട്ടെഴുത്ത് ഉപയോഗിച്ച് എഴുതിയാൽ ഈ ഒരു ലിപി എന്നേക്കുമായി ഒരുപക്ഷെ ഇല്ലാതായി പോകും. അപ്പം അതൊരു ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. മാപ്പിള സമുദായത്തിൻ്റെ, കേരള മുസ്ലിം സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട്, സ്വത്വത്തിൻ്റെ ഭാഗമായിട്ട് ഖാദി മുഹമ്മദ് ഈ ഒരു ലിപിയെയും ഭാഷയെയും അങ്ങനെ എഴുതി ചേർക്കുകയാണ്. അത് എൻ്റെ അഭിപ്രായത്തിൽ വളരെ പൊളിറ്റിക്കലാണ്. അതൊരു അതൊരു സാഹിത്യ ഭാഷാ പ്രവർത്തനം മാത്രമല്ല, അതൊരു വളരെ സാമുദായിക രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഒരുപക്ഷെ ഖാദി മുഹമ്മദ് ആയിരിക്കണം ആദ്യത്തെ രാഷ്ട്രീയക്കാരൻ നമ്മൾ മാപ്പിളമാരുടെ ഒരു കേരള മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ. കാരണം അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതിനകത്തൊരു ഹെജമണിയുടെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ എന്നേക്കുമായി നമ്മൾക്ക് ഒരുപക്ഷെ ഇന്ന് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാനുള്ള അവസരമോ സാഹചര്യമോ ഉണ്ടാവുമായിരുന്നു. ഖാദി മുഹമ്മദ് എഴുതുന്നു, അതിനുശേഷം പിന്നീട് അറബി മലയാളത്തിലും മൂലകൃതികൾ വരുന്നു. അപ്പോൾ നമ്മൾക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള പല കൃതികളും അച്ചടി സംസ്കാരത്തിന് ശേഷമുള്ള 1862 ശേഷമുള്ള കൃതികളാണ്. അതിനു മുമ്പ് എത്ര കണ്ട് മാനുസ്ക്രിപ്റ്റുകൾ ഉണ്ടായിരുന്നു. അത് ഇപ്പം പോർച്ചുഗീസുകാരുടെ ആക്രമണകാലത്ത് ഒരുപാട് മാനുസ്ക്രിപ്റ്റുകൾ നശിപ്പിക്കപ്പെടും. കാരണം ഒരുപാട് പള്ളികളും മദ്രസകളൊക്കെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മളിപ്പം തുഹ്ഫത്തുൽ മുജാഹിദിൽ വായിക്കുന്ന രേഖാമൂലമുള്ള ചരിത്രം ഒരുപാട് സൈനുദ്ദീൻ മഖ്ദൂം നമുക്ക് നൽകുന്നുണ്ട്. അപ്പം അവർ നശിപ്പിച്ച സ്ഥാപനങ്ങളിൽ, അവർ നശിപ്പിച്ച പള്ളികളിലൊക്കെ ഒരുപക്ഷെ അറബി മലയാളത്തിൽ ഉള്ള ഒരുപാട് രേഖകൾ നശിപ്പിക്കപ്പെട്ട് കാണും. ഒരുപക്ഷെ അവർ എടുത്ത് കൊണ്ടുപോയി കാണും. യൂറോപ്യന്മാരുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ അവർ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കില്ല, അവർ സ്പെസിമെൻസ് എല്ലായിടത്തും എടുത്ത് കൊണ്ടുപോകും. അപ്പം അത് നമ്മൾ അതിനു വേണ്ടിയുള്ള കൂടുതൽ ഗവേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ പോർച്ചുഗലിലെ ആർക്കൈവുകളിലോ ലൈബ്രറിയിലോ ഈ 16-ാം നൂറ്റാണ്ടുകളിൽ ഇവിടുന്ന് കൊണ്ടുപോയ 16-17 നൂറ്റാണ്ടുകളിൽ നിന്ന് ഇവിടുന്ന് ഒരുപക്ഷെ കൊണ്ടുപോയ അറബി മലയാളത്തിൻ്റെ സ്പെസിമെൻസ് നമുക്ക് ലഭിച്ചു. അപ്പോൾ അതിനുള്ള ഗവേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. ഇപ്പം ബ്രിട്ടീഷ് ലൈബ്രറിയിൽ അറബി മലയാളത്തിൻ്റെ ഒരുപാട് സ്പെസിമെൻസ് ഉണ്ട്. അവരെടുത്ത് ഏതാണ്ട് 400ഓളം കൃതികൾ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെ പറ്റിയിട്ട് ഇപ്പം മഹമ്മൂദ് കൂറിയ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. വേറൊരാൾ കൂടി അതിനെപ്പറ്റി റീസെൻ്റ് ആയിട്ടൊരു പഠനം നടന്നിട്ടുണ്ട്. അപ്പോൾ 2-3 പഠനങ്ങൾ ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ അവർ ലിസ്റ്റൊക്കെ അയച്ചു തന്നിട്ടുണ്ട്, അവരുടെ ഓൾറെഡി കാറ്റലോഗ് ചെയ്ത ലിസ്റ്റുകളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലായപ്പം യാസർ അറഫാത്ത് അതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇവിടുന്ന് പലപ്പോഴും കണ്ടുകെട്ടിയ പ്രസ്സുകളിൽ നിന്ന് കൊണ്ടുപോയതുണ്ട്. അല്ലാതെ ബ്രിട്ടീഷുകാർ ഇത് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് കൊണ്ടുപോയിരിക്കാൻ സാധ്യതയില്ല. ഒന്നവർക്ക് രേഖകൾ നമ്മളും ഈ
പ്രസ് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന പുസ്തകങ്ങളുടെയൊക്കെ ഒരു കോപ്പി കൊടുക്കണമെന്നുണ്ട്. അപ്പം രജിസ്റ്റർ ചെയ്ത പബ്ലിക്കേഷൻസിൻ്റെ ഒരു കോപ്പി അവർക്ക് ബൈ ഡിഫോൾട്ട് കിട്ടിക്കാണും. അല്ലാതെ പല പ്രസ്സുകളും കണ്ടുകെട്ടിയിട്ടുണ്ട്. മാപ്പിള ലഹള കാല സമയത്തൊക്കെ, മാപ്പിള സമര സമയത്തൊക്കെ പുസ്തകങ്ങൾ. അപ്പം ഈ പുസ്തകങ്ങൾ കത്തിക്കുന്ന പറയുന്നത് ഈ കണ്ടുകെട്ടുന്ന പ്രസ്സുകളിൽ നിന്നും അവർ സ്പെസിമെൻ ബാക്കി വെക്കാതെ ഒന്നിനെയും നശിപ്പിക്കൂല. അങ്ങനെ ഒരു കൊളോണിയൽ ഡോക്യുമെന്റേഷന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് ദേ ആർ വെരി പ്രൊഫഷണൽ ഇൻ ദാറ്റ്. നല്ലതാണ് ചീത്തയാണെന്നുള്ളത് പറയാം. പക്ഷെ അവരുടെ ഒരു രീതി അതാണ്, ആഖ്യാന രീതി അതാണ്. അവരുടെ നിങ്ങളെ നശിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മാപ്പ് ചെയ്യുന്നുള്ളതാണ് അവർ. സോ ദേ മസ്റ്റ് ഹാവ് കെപ്റ്റ് സ്പെസിമെൻസ്. ആ കോപ്പികളായിരിക്കണം പലതും ഇപ്പോൾ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പല ഭാഗത്തു നിന്ന് വന്നു ചേർന്ന് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ എത്തിപ്പെട്ട കോപ്പികളായിരിക്കണം. അപ്പോൾ കോപ്പികൾ അവൈലബിൾ ആണെന്നുള്ളത് നമുക്ക് അവരിവിടുന്ന് കൊണ്ടുപോയി എന്നുള്ളതിന് തെളിവാണ്. അപ്പം അതേപോലെ ഡച്ചുകാർ കൊണ്ടുപോയിരുന്നിരിക്കണം. വാൻഡ്രീഡ് പ്രത്യേകിച്ചിട്ടും അറബി മലയാളത്തിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാൻഡ്രീഡ് അറബി മലയാളം അറിയാവുന്ന ലോക്കൽ മുസ്ലിം സ്കോളേഴ്സിൻ്റെ ഹെൽപ്പ് വാങ്ങിയിരിക്കണം. അല്ലെങ്കിൽ അറബി മലയാളം അറിയാവുന്ന മുസ്ലിങ്ങളല്ലാത്തവരുടെ ഹെൽപ്പ് വാങ്ങിയിരിക്കണം ഇത് എഴുതാൻ. പന ചന ചേന എന്ന് എഴുതാൻ ആരെങ്കിലും സഹായിച്ചു കാണാം. അപ്പം അത്തരം രേഖകൾ ഒരുപക്ഷെ നമുക്ക് പ്രത്യേകിച്ചും ഈ പോർച്ചുഗീസുകാർ നടത്തിയ ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് പല പള്ളികളും തകർത്തിട്ടുണ്ടെങ്കിൽ പള്ളികളുണ്ടായിരുന്ന പിന്നെ പള്ളികൾ വെറും നിസ്കാര സ്ഥലങ്ങളായിരുന്നില്ല. പഴയ പള്ളികൾ നോക്കിയാൽ പഴയ പള്ളികളിൽ ലൈബ്രറികൾ ഉണ്ടാവും. അതേപോലെ പള്ളി ദർസുകൾ ഉണ്ടാവും. പള്ളി ദർസുകളുടെ ഭാഗമായിട്ട് ഒരുപാട് കിതാബുകൾ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ പള്ളികൾ പോലെ ഇന്ന് പല പള്ളികളും ദർസില്ലാത്ത പള്ളികളൊക്കെ നമ്മൾ കാണുന്നത് നിസ്കാരവും പിന്നെ ഖുർആനോത്തും അപ്പം മൗലൂദ് ഗ്രന്ഥങ്ങളും ഖുർആനും മാത്രമേ അവിടെ മുസ്തഫുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ പഴയ പള്ളികൾ അങ്ങനെയല്ല. പഴയ പള്ളികളൊക്കെ ലൈബ്രറിയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ കാണും. അപ്പം അവർ നശിപ്പിച്ച പള്ളികളിൽ നിന്ന് ഗ്രന്ഥങ്ങൾ ഒരു പക്ഷെ അവരെടുത്ത് കൊണ്ടുപോയി കാണും. അപ്പം നമുക്ക് എത്ര പഴക്കമുണ്ടെന്ന് അറിയണമെങ്കിൽ ആ ഒരു ഇത് കിട്ടിയാലും മനസ്സിലാവും. അതായത് നമ്മളിപ്പോൾ പ്രിന്റഡ് ആയിട്ട് നമ്മൾ കാണുന്ന സാധനത്തിന്റെ അപ്പുറത്തേക്ക് മാനുസ്ക്രിപ്റ്റുകളായിട്ട് തന്നെ സൂക്ഷിക്കുന്ന ഒരു ട്രഡീഷൻ. മാനുസ്ക്രിപ്റ്റ് വളരെ കുറവാണ്, അവൈലബിൾ വളരെ കുറവാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം മുഹീദ്ദീൻ മാല എഴുതപ്പെടുന്നതിന് മുമ്പ് 1607 മുമ്പ് അറബി മലയാളം എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മാനുസ്ക്രിപ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കവിതകളോ കഥകളോ മതഗ്രന്ഥങ്ങളോ അതിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ അതിനുള്ള തെളിവുകളില്ല എന്നാണ്. അപ്പം പക്ഷേ തെളിവുകളില്ലാത്തത് കൊണ്ട് അങ്ങനെ ഉണ്ടായിക്കൂടുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ ഉണ്ടായി. ഈ അറബി മലയാളത്തെ പറ്റിയുള്ള ചർച്ചകൾ നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ മുഹീദ്ദീൻ മാല മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഇസ്ലാമിക വിശ്വാസം പ്രത്യേകിച്ച് ഈ സൂഫി ട്രഡീഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ പിന്നെ കുറച്ച് അധികം ഇങ്ങോട്ട് വന്നാൽ ആൻറ്റി കൊളോണിയൽ സ്ട്രഗിൾസുമായി ബന്ധപ്പെട്ടത്, പിന്നെ വൈദ്യരുടെ കാലഘട്ടത്തിന് ശേഷം നോക്കുകയാണെങ്കിൽ കുറച്ച് സാഹിത്യവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ, നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയകളാണ് പലപ്പോഴും ചർച്ചകൾ നടക്കാറുള്ളത്. എന്നാൽ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഒരു സിവിലൈസേഷൻ എന്നുള്ള ലെവല് ശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രവും അതുപോലെ തന്നെ അവർ ബാധിക്കുന്ന എല്ലാ മേഖലകളിലും വർക്കുകൾ അറബി മലയാളത്തിൽ വന്നതായിട്ട് പറയുന്നില്ലേ? ഉണ്ട്. സാഹിത്യം എന്നുള്ളത് ഇപ്പം മുഹീദ്ദീൻ മാല സാഹിത്യമാണ്. നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ആദ്യ അറബി മലയാള കൃതിയും ആദ്യ അറബി മലയാള സാഹിത്യ കൃതിയും ആദ്യ അറബി മലയാള സൂഫി കൃതിയും മതകൃതിയും എല്ലാം മുഹീദ്ദീൻ മാലയാണ്. മുഹീദ്ദീൻ മാല സാഹിത്യ ഗ്രന്ഥമാണ്, അത് ഭാഷാ ഗ്രന്ഥമാണ്, അത് അതേപോലെ മതഗ്രന്ഥമാണ്. അതിനകത്ത് ദർശനങ്ങളുണ്ട്, സൂഫി ദർശനങ്ങളുണ്ട്, അതിനകത്ത് മതങ്ങളുണ്ട്, മതം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു ടെക്സ്റ്റാണത്. അതിനുശേഷം ഇപ്പം ഈ പടപ്പാട്ടുകളുടെ കാര്യങ്ങൾ പറയുന്നത് അത് വളരെ കൃത്യമായൊരു സൂഫി ഗ്രന്ഥങ്ങൾ. കാരണം അത് ഒരുപക്ഷെ അന്ന് ഇവിടെ പ്രചാരത്തിലുണ്ടായിരുന്ന പ്രധാന സൂഫി തരീക്കത്തുകളുടെ ഒരു ഭാഗമായിട്ടായിരിക്കണം അത്തരം വന്നിരിക്കണം. ഇപ്പോൾ ഷാദുലി ബൈത്തുകൾ, റിഫായി മാല, ഷാദുലി മാല, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടുണ്ടായിരുന്ന തരീക്കത്തുകളുടെ ഒരു ഭാഗമായിട്ട് അത്തരം എഴുത്തുകളുണ്ടായി കാണണം. അതിപ്പം നമ്മൾ നോക്കിയാൽ ഈ പൊന്നാനി കൊണ്ടോട്ടി കൈതർക്കത്തിൻ്റെ ഭാഗമായിട്ട് പൊന്നാനി ഭാഗത്തു നിന്നും അതേപോലെ കൊണ്ടോട്ടി ഭാഗത്തു നിന്നും അവരുടെ ഫത്വകളുടെയും അതേപോലെ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. മാലപ്പാട്ടുകൾ ഒരുപാടുണ്ട്. കൊണ്ടോട്ടി തങ്ങന്മാരെ പറ്റിയിട്ട് അവരുടെ ആദാനങ്ങൾ പാടിപ്പുകട്ടുന്ന മാലപ്പാട്ടുകൾ, അതേപോലെ പൊന്നാനി പണ്ഡിതന്മാരുടെയും തങ്ങന്മാരുടെയൊക്കെ, അതേപോലെ മമ്പുറം തങ്ങന്മാരുടെ. അപ്പം ഈ ഒരു
ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്നത് ഈ ഖണ്ഡനങ്ങളിലൂടെയും അതേപോലെ വാദപ്രതിവാദങ്ങളുടെയും ഫത്വകളിലൂടെയും മാത്രമല്ല, സാഹിത്യത്തിൽ കൂടിയാണ്, കവിതകളിൽ കൂടിയാണ്. പക്ഷേ നമ്മൾ അച്ചടിക്ക് ശേഷം ഏർലി പ്രിൻ്റുകൾ നോക്കിയാൽ നമ്മൾ കാണുന്നത് കൂടുതൽ മലപ്പാട്ടുകളും പടപ്പാട്ടുകളൊക്കെയാണ്. ഇപ്പം 19ാം നൂറ്റാണ്ടിൻ്റെ 1862 മുതൽ ഇങ്ങോട്ടുള്ള ഒരു പ്രിൻ്റ് ഹിസ്റ്ററി നോക്കിയാൽ. പക്ഷേ ഇപ്പം അവൈലബിൾ ആയിരിക്കുന്ന ഒരു ആർക്കൈവ്, അപ്പം 3 സ്ഥലം അപ്പം നമുക്ക് അവൈലബിൾ ആർക്കൈവുകളുള്ളത്, ഒന്ന് മാപ്പിള ഹെറിറ്റേജ് ലൈബ്രറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി CHAR ഉള്ളത്, അതേപോലെ മോയിൻകുട്ടി വൈദ്യർ മെമ്മോറിയൽ, KK അബ്ദുൽ കരീം ലൈബ്രറി അവിടെ ഉണ്ട്, അതേപോലെ ബ്രിട്ടീഷ് ലൈബ്രറി. ഈ അവൈലബിൾ ആർക്കൈവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മാപ്പിളമാർ എഴുതിയത് സാഹിത്യ കൃതികൾ, അതായത് മതസാഹിത്യവും മാത്രമല്ല, മതഗ്രന്ഥങ്ങൾ മാത്രമല്ല, ഖണ്ഡനങ്ങളും ഫത്വകളും മാത്രമല്ല, അതേപോലെ ആൻറ്റി കൊളോണിയൽ ലിറ്ററേച്ചർ മാത്രമല്ല, മെഡിക്കൽ ലിറ്ററേച്ചർ ഉണ്ട്. അഥവാ മെഡിക്കൽ ലിറ്ററേച്ചർ തന്നെ പലതരം മെഡിക്കൽ ലിറ്ററേച്ചർ, ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്നുള്ളത് വലിയൊരു ഫീൽഡാണ്, ഫീൽഡ് ഓഫ് നോളജാണ്, വിജ്ഞാന ശാഖയാണ്. അതിൽ തന്നെ ഇപ്പം നമ്മൾ നോക്കിയാൽ തിബുൻ നബി ഒരു ആൾട്ടർനേറ്റീവ് മെഡിസിനൽ ഫീൽഡാണ്, അഥവാ പ്രവാചക വൈദ്യം എന്നുള്ള. അതേപോലെ ആയുർവേദം ഒരു ആൾട്ടർനേറ്റീവ് മെഡിസിനൽ ഫീൽഡാണ്. ഒറ്റമൂലി അത് വേറൊരു ആൾട്ടർനേറ്റീവ് മെഡിസിനൽ ഫീൽഡാണ്. ഇപ്പോൾ നാട്ടിലൊക്കെ ഒറ്റമൂലിയുടെ പുസ്തകങ്ങളൊക്കെ നമ്മൾ കോഴിക്കോട് ടൗണിൽ പോയി നമുക്ക് ഒറ്റമൂലി പുസ്തകങ്ങൾ കിട്ടും. ഈ എല്ലാ ശാഖകളിലും ഗ്രന്ഥങ്ങൾ അറബി മലയാളത്തിലുണ്ടെന്നുള്ളതാണ്. തൽസമത്തുള്ള തിലിസീം എന്ന് ഫാർസിയിൽ പാൻ ഇന്ത്യ ഒരു സ്ട്രക്ചറാണ് തൽസമത്ത്, തൽസമത്ത് എന്നുള്ളത്. അപ്പം ഈ തൽസമത്തിലും തുബിൻ നബിയിലും ഒറ്റമൂലിയിലും ആയുർവേദത്തിലും ഉള്ള ഗ്രന്ഥങ്ങൾ അറബി മലയാളത്തിൽ അച്ചടിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്തും 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലും. ഫാർസി നോവലുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മലയാളം ഫാർസി ദാസ്ഥാനുകളാണ് ബേസിക്കലി. നോവൽ എന്നുള്ളത് ഒരു പ്രത്യേകിച്ച് ഒരു യൂറോപ്യൻ പദമാണ്. സർവാന്തസ് മുതൽ ഇങ്ങോട്ട് യൂറോപ്യൻ ട്രഡീഷനിലാണ് നമ്മൾ നോവലുകൾ എന്നുള്ള പദം. അപ്പോൾ എത്ര കണ്ട് നോവലുകൾ എന്നുള്ള ഒരു ജാനറിക് കാറ്റഗറൈസേഷന് അറബി മലയാള കൃതികൾക്ക് അപ്ലിക്കബിൾ എന്ന് എനിക്കറിയില്ല. ഞാൻ അതുപോലെ നോവലുകൾ എന്ന് വിളിക്കുന്നില്ല, പ്രോസ് ഫിക്ഷൻ എന്നാണ് ഇംഗ്ലീഷിൽ കുറച്ചുകൂടി ഒരു സൂട്ടബിൾ ആയിട്ടുള്ളൊരു ടേം. അഥവാ പോയട്രി അല്ല, പ്രോസ് ഫിക്ഷൻ എന്നുള്ളതാണ്. പ്രോസ് ഫിക്ഷനാണ് കുറച്ചുകൂടി. ഇംഗ്ലീഷിലെ ആദ്യകാല നോവലുകളെ മൊത്തത്തിൽ അങ്ങനെയാണ് വിളിച്ചു വരുന്നത്. പിന്നീടാണ് നോവൽ എന്നുള്ള ഒരു ടേം, ഒരു ജാനർ ഫിക്സ് ആയിട്ട് വരുന്നത്. അപ്പം അറബി മലയാളത്തിൽ പ്രോസ് ഫിക്ഷന് നമ്മൾ തുടങ്ങുന്നത് ചാർ ദർവേഷിലാണ്. ചാർ ദർവേഷ് മലയാളത്തിൽ ലക്ഷണമൊത്ത നോവൽ എന്ന് പറഞ്ഞിട്ട് ഇന്ദുലേഖ വരുന്നതിനേക്കാളും മുമ്പാണ് ചാർ ദർവേഷ് വരുന്നത്. ചാർ ദർവേഷ് ഒറിജിനലി ഫാർസിയിൽ എഴുതപ്പെട്ട ടെക്സ്റ്റ് മീർ അമ്മാനാണ് ബാഗോബഹർ എന്ന് പറഞ്ഞിട്ട് ഉറുദുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അത് ഉറുദു അഡാപ്റ്റേഷൻ, ഉറുദു വേർഷൻ ഓഫ് ഇറ്റ്. കഥ സെയിമാണ്. ഉറുദുവിലെ ആദ്യത്തെ പ്രോസ് ഫിക്ഷനുകളിൽ ഒന്നാണ് മീർ അമ്മാൻ്റെ ബാഗോബഹർ. അതാണ് 19ാം നൂറ്റാണ്ടിൻ്റെ അത് അവസാന കാലത്തിലാകുമ്പോൾ അറബി മലയാളത്തിൽ വരുന്നത്. പക്ഷേ ഈ അറബി മലയാളത്തിൽ ആദ്യത്തെ പ്രോസ് ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാർ ദർവേഷിന് വെക്കുമ്പോൾ അത് വലിയൊരു എന്താ പറയുക, വലിയൊരു ടെക്സ്ച്വൽ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടാണ്. കാരണം ഈ ചാർ ദർവേഷിൻ്റെ ഒരുപാട്, ഞാൻ ഈയിടെ ഡൽഹിയിൽ ഒരു ഫാർസി സ്കോളറെ കണ്ടു, എൻ്റെ ഒരു ഉറുദു കലീഗ് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അദ്ദേഹത്തോട് ഞാൻ എൻ്റെ ഒരു ഗവേഷണമൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ചാർ ദർവേഷിനെ പറ്റിയിട്ട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം 10-14ഓളം ചാർ ദർവേഷിൻ്റെ പലതരം വേർഷനുകൾ കളക്ട് ചെയ്ത്. അപ്പോൾ അദ്ദേഹം എന്നെ മീറ്റ് ചെയ്യാൻ, നമുക്ക് ഇരിക്കാം, നമുക്ക് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ട്രാൻസ്ലേഷൻസ്, അഡാപ്റ്റേഷൻസ്, പല വേർഷൻ. ഇപ്പം രാമായണത്തിനൊക്കെ പല വേർഷൻസ് ഉണ്ടെന്ന് ഇപ്പം പോലാറിച്ച്മാനൊക്കെ പറയുന്നത് പോലെ ഈ ചാർ ദർവേഷിന് പല വേർഷൻസ് പല ഭാഷകളിലായിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പം അങ്ങനെ ഒരു വേർഷൻ്റെ ഭാഗമായിട്ടാണ് അറബി മലയാളത്തിൽ ഒരു വേർഷൻ വരുന്നത്. അപ്പോൾ പ്രോസ് ഫിക്ഷൻ വരുന്നു. ഇപ്പം വൈദ്യരിലാണെങ്കിൽ റൊമാൻറ്റിക് നമുക്ക് പ്യുവർ ഫിക്ഷൻ എന്ന് പറയാൻ പറ്റുന്ന സാഹിത്യമാണ്. ഭാഷാ ഗ്രന്ഥങ്ങൾ അറബി മലയാളത്തിലുണ്ട്. അത് അറബി മലയാള ഗ്രാമറിനെ പറ്റിയിട്ട് ഒരുപാട് കൃതികൾ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തെ പബ്ലിക്കേഷൻ നോക്കിയാൽ
ഹിന്ദുസ്ഥാനി പഠിക്കാൻ, ഇംഗ്ലീഷ് പഠിക്കാൻ, അഥവാ മാപ്പിളമാർ അക്ഷരാഭ്യാസമില്ലാത്തവരാണെന്ന് ഇംഗ്ലീഷുകാരെന്നെ എഴുതി വെക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് പഠിക്കാൻ, ഹിന്ദുസ്ഥാനി പഠിക്കാൻ, അറബി മലയാളത്തിൽ പുസ്തകങ്ങൾ എഴുതി പ്രിന്റ് ചെയ്ത് കച്ചവടം നടത്തുന്നവരാണ് മാപ്പിളമാർ. അപ്പം ഒരു വിജ്ഞാന ലോകം ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. ആ വിജ്ഞാന ലോകം അറബി മലയാള ലിപിയിലായിരുന്നു. അറബി മലയാളം ലിത്തോപ്രസ് പ്രധാനമായിട്ടും, കാരണം ഈ ടൈപ്പോഗ്രഫിക് പ്രിന്റിംഗ് അല്ല, ലിത്തോഗ്രഫിക് പ്രിന്റിംഗ് ആണ്. ലിത്തോഗ്രഫിക് പ്രിന്റിംഗ് അറബി മലയാളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയല്ല. ലിത്തോഗ്രഫിക് പ്രിന്റിംഗ് ഇസ്ലാമിക്കേറ്റ്, പേർഷ്യനേറ്റ് സംസ്കാരങ്ങളിൽ, സമൂഹങ്ങളിൽ മൊത്തത്തിലായിട്ടുള്ളൊരു പ്രത്യേകതയാണ് ലിത്തോഗ്രഫിക് പ്രിന്റിംഗ്. അത് അറബിയുടെ പ്രിന്റിംഗ് ആയാലും ഫാർസിയുടെ പ്രിന്റിംഗ് ആയാലും ഇന്ത്യയിലെമ്പാടും ഇസ്ലാമിക് പ്രിന്റിംഗ് നടക്കുന്നത് ലിത്തോഗ്രഫിയിലാണ്. കാരണം അതിന് ഈ ലിത്തോപ്രസ്, ഈ നസ്താലിക്, നസ്ക് ലിപികളുടെ ഒരു ബ്യൂട്ടിയെയും അതിൻ്റെ രൂപങ്ങളെയൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ പ്രിന്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ്. ടൈപ്പോഗ്രഫിക് പ്രിന്റിങ് റോമനേറ്റ്, ലാറ്റിനേറ്റ് പ്രിന്റിങ്ങിനെയാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റിലാണല്ലോ വന്നത്. അപ്പം ലിത്തോഗ്രഫിക് പ്രിന്റിങ് പൊതുവേ ഒരു ഇസ്ലാമിക്കേറ്റ്, പേർഷ്യനേറ്റ് സാഹചര്യത്തിലുള്ളതാണ്. അത് അറബി മലയാളത്തിലേക്ക് വരുന്നു. അത് വന്നത് ബാസിൽ മിഷൻ പഠിച്ചിട്ടാണെങ്കിൽ ലാർജർ ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഒരു വലിയൊരു കോണ്ടെക്സ്റ്റിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത്, ഈ പ്രിന്റിങ് വരുമ്പോൾ അത് അറബി മലയാളത്തിലാണ് സംഭവിക്കുന്നത്, മലയാളത്തിലല്ല. എഴുത്ത് അറബി മലയാളത്തിലാണ്, പഠനം അറബി മലയാളത്തിലാണ്. ഈ പ്രസ്താവനകൾ ഇറക്കുന്നതും ഖണ്ഡനങ്ങൾ നടത്തുന്നതും ഫത്വകൾ ഇറക്കുന്നതും ഫിഖ്ഹി അഖീദ ഗ്രന്ഥങ്ങൾ എഴുതുന്നതൊക്കെ അറബി മലയാളത്തിലാണ്. ഖിബ്ല തർക്കം നടക്കുന്നുണ്ട്, അഥവാ ഏത് ഡയറക്ഷനിലേക്ക്. അത് അത് ഒരു മതപരമായ ചർച്ച മാത്രമല്ല, അതൊരു സയൻസിന്റെ ഒരു കോണ്ടെക്സ്റ്റ് കൂടിയുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സയൻസ് വേഴ്സസ് റിലീജിയൻ ഡിബേറ്റ് ആയിരിക്കും. അഥവാ നിങ്ങൾ ഏത് കൃത്യമായിട്ട് ഖിബിലയുടെ ഭാഗത്തേക്കാണോ അല്ലെങ്കിൽ ഖിബിലയുടെ എക്സാക്ട് ലൊക്കേഷനിൽ എങ്ങനെ തിരിയണ ചർച്ച. അതേപോലെ പൊളിറ്റിക്കൽ ഡിബേറ്റ് നടക്കുന്നുണ്ട്. ഇപ്പം അഹമ്മദിയ കേരളത്തിൽ വന്നപ്പം അവർക്കെതിരെയുള്ള ചർച്ച. അപ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തിൽ നമ്മൾ കാണുന്ന രണ്ട് പ്രധാനപ്പെട്ട ഈ കൊണ്ടോട്ടി 19-ാം നൂറ്റാണ്ടിൽ 18-ാം നൂറ്റാണ്ടിലെ കൊണ്ടോട്ടി പൊന്നാനി കൈതർക്കം കഴിഞ്ഞ ശേഷം കാണുന്ന പ്രധാന ഒരു തർക്കം എന്നുള്ളത് സുന്നി മുജാഹിദ് തർക്കം. അതേപോലെ ഈ സുന്നികളും മുജാഹിദുകളും ഒന്നിച്ചിട്ട് അഹമ്മദിയാക്കൾക്കെതിരെ എഴുതുന്ന ഖാദിയാനി സുന്നി തർക്കം. അപ്പം ഈ തർക്കങ്ങളൊക്കെ റിലീജിയസ് ഡിബേറ്റുകളാണ്. അത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ട്രാക്ടേറിയനിസം എന്ന് പറഞ്ഞിട്ട് അതിന് വലിയൊരു സ്കോളർലി സ്റ്റാറ്റസ് കിട്ടും. അങ്ങനെയാണ് ഈ പ്രൊട്ടസ്റ്റൻസും കാത്തലിക്സും തമ്മിലുള്ള ചർച്ചകൾ. ട്രാക്ടേറിയനിസം, ട്രാക്ട്സുകൾ എഴുതുക. ഈ ട്രാക്റ്റുകളാണ് ഇത് എഴുതുന്നത് അറബി മലയാളത്തിൽ. അറബി മലയാളത്തിൽ എഴുതുമ്പോൾ അത് മെയിൻ സ്ട്രീമിൽ വരാതെ പോകുന്നു. മാത്രമല്ല റിലൻലെസ് ആയിട്ട് തുടർച്ചയായിട്ട് നിങ്ങൾ നോക്കിയാൽ ബ്രിട്ടീഷ് എഴുത്തുകൾ, ഞാൻ പറയുന്നതിന് ഈ ഒരു എഴുതിയിട്ട് ആക്രമിക്കലാണ്. അതൊരു വയലൻസ്, നെറേറ്റീവ് വയലൻസ് ആണ്. മാപ്പിളമാരെ പറ്റിയിട്ട് ഇവർ അജ്ഞരാണ്, ഇവർ അറിവില്ലാത്തവരാണ്, സാക്ഷരത ഇല്ലാത്തവരാണ്, ഇവർക്ക് എഴുത്തും വായനയുമായിട്ട് പഠനവുമായിട്ട് വിദ്യാഭ്യാസമായിട്ട് ഒരു കണക്ഷനും ഇല്ല, ഇവർ മതഭ്രാന്തന്മാരാണ്, ഫനാറ്റിക്സ്, റിലീജിയസ് ഫനാറ്റിക്സ് എന്നുള്ളതാണ്. എന്നിട്ട് അവരെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരാം. ഇതൊക്കെ എഴുതുന്ന സമയത്ത് തന്നെയാണ് ബ്രിട്ടീഷുകാർ മാപ്പിളമാരുടെ പ്രസ് കണ്ടുകെട്ടുന്നതും പുസ്തകങ്ങൾ കൊണ്ടുപോകുന്നത്. ഇതേ സമയമാണ്, 20-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ കാലമാണ് ഞാൻ പറയുന്നത്. പക്ഷെ അവർ ലെജിസ്ലേഷൻസ് ഉണ്ടാക്കുകയാണ് ഇവരെ ഒതുക്കാൻ. നിങ്ങൾ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ പ്രോ ബ്രിട്ടീഷ് എഴുത്തുകാർ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്തും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് എഴുതിയ എഴുത്തുകളൊക്കെ നോക്കിയാൽ wherever there is a reference to മാപ്പിള, രണ്ട് ടേംസ് ആണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് ഇല്ലിറ്ററേറ്റ്, രണ്ട് റിലീജിയസ് ഫനാറ്റിക്സ്. അഥവാ മതഭ്രാന്തന്മാരും അക്ഷരാഭ്യാസമില്ലാത്തവരുമാണെന്നാണ് പറഞ്ഞത്. ഈ അക്ഷരാഭ്യാസമില്ലാത്തവരും മതഭ്രാന്തന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളാണ് ഇവിടെ ആയുർവേദത്തെ പറ്റിയിട്ടും തുബ്ബിനെ പറ്റിയിട്ടും ഗ്രന്ഥങ്ങൾ എഴുതുന്നത്. ഇവരാണ് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് പുസ്തകങ്ങൾ എഴുതുന്നത്, പേർഷ്യൻ സാഹിത്യം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അഥവാ വൈദ്യരുടെ തന്നെ ബദറുൽ മുനീർ, ഹുസ്നുൽ ജമാൽ പേർഷ്യൻ കഥയാണ്, പേർഷ്യൻ ടെയിലാണ്. അതൊക്കെ ഇവിടെ വരുന്നത്. അപ്പം ഇവർ
മാപ്പിളമാർക്ക് അറിവില്ലാത്തവരാണെന്ന് എഴുതി വെക്കുന്നു. അതിന് ചാലഞ്ച് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിക്കാണില്ല. കാരണം മാപ്പിളമാർ വ്യതിരിക്തമായി നിലകൊള്ളുകയും സ്വന്തമായിട്ടൊരു വിജ്ഞാന ശാഖ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അത് അറബി മലയാളത്തിൽ ഉണ്ടാക്കിയെടുത്തത്. ഈ എന്താണ് വളരെ ഡെലിബറേറ്റ്ലി അവർ ചെയ്തിട്ടുള്ള ഈ ഒരു ഡാർക്ക് ഏജ് ക്രിയേഷൻ, അതായത് ആധുനിക വിദ്യാഭ്യാസം വരുന്നതിൻ്റെ മുമ്പ് ഇവിടെ ഒരു ഇരുണ്ട കാലമായിരുന്നു എന്ന് അവർ ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്ലോട്ടിൽ നമ്മളറിയാതെ പെട്ടുപോയി എന്ന് വിശ്വസിക്കുന്നതാണ്. അല്ല, അങ്ങനെ ഒരു ആർഗ്യുമെന്റ് പലർക്കും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഇപ്പം വൈദ്യർ മലയാളത്തിൽ എഴുതിയിരുന്നെങ്കിൽ ഒരു പക്ഷേ മഹാകവിയായനെ എന്നുള്ളൊരു ആർഗ്യുമെന്റ് ഉണ്ട്. പക്ഷേ വൈദ്യർ അറബി മലയാളത്തിൽ എഴുതിയിട്ട് മഹാകവിയാണല്ലോ. വൈദ്യർ മഹാകവിയാണെന്ന് ഇപ്പം കേന്ദ്ര സാഹിത്യ അക്കാദമി മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ എന്ന് പറഞ്ഞ പുസ്തകം പ്രസിദ്ധീകരിച്ചു. അപ്പം എല്ലാത്തിനും അതിൻ്റെ സമയം. ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ പൊളിറ്റിക്കലി അവെയർ, രാഷ്ട്രീയപരമായിട്ട് അധികാരം അല്ലെങ്കിൽ രാഷ്ട്രീയ അധികാര പങ്കാളിത്തം ഒരു സമുദായത്തിന് എത്ര കിട്ടുന്നതനുസരിച്ചിരിക്കും. കാരണം അവരുടെ ഭാഷയും സംസ്കാരമൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നത്. അഥവാ അറബി മലയാളം ഇന്ന് ഒരു ഭാഷയാണെന്ന് നമുക്ക് പറഞ്ഞിട്ട് എയ്ത്ത് ഷെഡ്യൂൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മൾ ഇന്നുള്ളത്. പക്ഷേ എയ്ത്ത് ഷെഡ്യൂളിൽ തുടങ്ങുമ്പോൾ 14 ഭാഷകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 22 ഭാഷകളുണ്ട്. അപ്പോൾ ഈ 8 ഭാഷകൾ അതിനകത്ത് കടന്നുകൂടിയതാണ് ഒരു 40-50 വർഷത്തിൻ്റെ അടുക്ക്. നിങ്ങളിപ്പം MHAയുടെ വെബ്സൈറ്റ് പോയി നോക്കിയാൽ എയ്ത്ത് ഷെഡ്യൂളിൻ്റെ താഴെ ഒരു 38 ഭാഷകളുടെ ലിസ്റ്റ് ഉണ്ട്. അത് കൊടുത്തതാണ്. അല്ല, അവരിങ്ങനെ എയ്ത്ത് ഷെഡ്യൂളിൽ കടക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, അതിലൊരു ഭാഷ തുളുവാണ്. സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് പോലും ഇല്ലാത്ത തുളുവാണ് ഈ 38 വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ഭാഷകളിൽ ഒരു ഭാഷ. നമുക്കും ചാൻസ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയ അധികാരത്തിലും അതേപോലെ എന്താ പറയുക, മെയിൻ സ്ട്രീമിൽ എത്ര പങ്കാളിത്തമുണ്ടോ, അധികാരത്തിൽ എത്ര പങ്കാളിത്തമുണ്ടോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ കിട്ടുന്ന അംഗീകാരങ്ങൾ. രാഷ്ട്രീയപരമായും ഭരണഘടനാപരമായും ഉണ്ടെന്ന് പറയുന്ന റൈറ്റ്സ് എത്ര അംഗീകരിച്ച് കിട്ടും എന്നുള്ളത്. അപ്പം അത് ഒരുപക്ഷെ അറബി മലയാളം അല്ലെങ്കിൽ മലബാരി ഒരു ഭാഷയായിട്ട് എയ്ത്ത് ഷെഡ്യൂളിലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലോ ഒരു പക്ഷെ വന്നേക്കാം. അപ്പം അങ്ങനെ വരാതിരിക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധ്യതയില്ല. ഞാൻ ഒന്നുകൂടി ഉള്ളെന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. അതായത് ഇപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതകീയ ജീവിതത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, ഇപ്പോൾ എല്ലാ വീട്ടിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു മുസാഫ് ഉണ്ടാവും, ഒരു ഖുർആൻ ഉണ്ടാവും, തൊട്ടടുത്തൊരു സബീന ഉണ്ടാവും. സബീന എന്ന് പറയുമ്പോൾ നമുക്കറിയാം കംപ്ലീറ്റ് ഏടുകൾ, ഇതൊക്കെ അറബി മലയാളമാണ്. സോ അത് ഖുർആനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ റിലീജിയസ് ജീവിതത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഭാഷയാണ് അറബി മലയാളം എന്ന് പറയുന്നത്. ഇവർ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പഴയൊരു കാലം നമുക്കങ്ങനെ ഒരു എഴുത്തും വായനയും ഒന്നും അറിയാത്ത ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു മാപ്പിളമാരുണ്ടായിരുന്നു. അവരെ നമ്മൾ ആധുനികവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ വിദ്യാഭ്യാസ രീതിയും ഇതൊക്കെ കൊണ്ടുവന്ന് പറയുമ്പോൾ നമ്മൾ പോലും ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള അവിടെ ഉള്ളെന്ന് പറയുന്നത് നമ്മുടെ ഈ സലഫി മൂവ്മെൻറ്റുകളുടെ ഒക്കെ ഭാഗമായിട്ടെങ്കിലും നമ്മളത് ഏറ്റെടുത്ത് പറഞ്ഞിട്ടില്ലേ പലപ്പോഴും? ചോദ്യം ഞാൻ അവോയ്ഡ് ചെയ്താണ്. ആദ്യത്തെ ചോദ്യമായി മനസ്സിലായിട്ട് അവോയ്ഡ് ചെയ്താണ് ആണോ? അത് 2 കാര്യങ്ങളാണ്. ഞാൻ ഉള്ളെന്ന് ചോദിക്കാന്ന് പറഞ്ഞാൽ അതാണ് ചോദിച്ചത്. നമ്മള് 2 കാര്യങ്ങളാണ്. ഒന്ന്, അങ്ങനെ ഒരു ഡാർക്ക് ഏജ് ക്രിയേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളതാണ്. അഥവാ 2 കാര്യങ്ങൾ അതിൽ. ഒന്ന്, മലയാളമൈസേഷൻ ഓഫ് മാപ്പിളാസ്, മാപ്പിളയെ മലയാളീകരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളത്. കാരണം മാപ്പിളയെ മലയാളീകരിക്കാനാണ് 1921 സമരത്തിന് ശേഷം പരമാവധി ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്. അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് വളരെ വിശദീകരിച്ചിട്ട് KM മൗലവി, കരീം മാഷും മഹത്താ മാപ്പിള സാഹിത്യ പാരമ്പര്യത്തിൻ്റെ ആമുഖത്തിൽ എഴുതുന്നുണ്ട് എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ മാപ്പിളയെ മലയാളീകരിക്കാനും ആധുനികവൽക്കരിക്കാനും ശ്രമിച്ചു എന്നുള്ളത്. മാപ്പിള ഓൾറെഡി ലിറ്ററേറ്റ് ആയിരുന്നു, സാക്ഷരനായിരുന്നു, ആധുനികതയെ പുൽകിയവരായിരുന്നു, പക്ഷെ അവരുടെ രീതിയിൽ പുൽകിയവരായിരുന്നു. പക്ഷെ അതുപോരാ, മോഡേൺ എഡ്യൂക്കേഷൻ വേണം, അത് മലയാളത്തിലാവണം, മലയാളം പഠിക്കണം എന്നൊക്കെ ഉള്ള രീതി. അപ്പം മലയാളം എന്നുള്ളത് യൂറോപ്യൻ മോഡേണിറ്റിയുടെ സിമ്പൽ മലയാളമല്ലല്ലോ, ഇംഗ്ലീഷാണ്. പക്ഷെ മലയാളം ഇവിടുത്തെ മെയിൻ സ്ട്രീമായിട്ട് ക്രിസ്ത്യൻ മിഷണറിയുടെ ഭാഗമായിട്ടും, ക്രിസ്ത്യൻ മിഷണറി ഗർഷോനല്ല ഇവിടെ പ്രൊമോട്ട് ചെയ്തത്, മലയാളത്തെയാണ് പ്രൊമോട്ട് ചെയ്തത്. ഇംഗ്ലീഷിനും പ്രൊമോട്ട് ചെയ്തിട്ടില്ല, മലയാളത്തെ പ്രൊമോട്ട് ചെയ്തു. അഥവാ പ്രധാനമായിട്ടും അവരുടെ അച്ചടി ഇംഗ്ലീഷിലല്ല, മലയാളത്തിലും തമിഴിലുമാണ് അവർ ചെയ്തത്. അഥവാ
പ്രാദേശികമായിട്ടുള്ള ഭാഷകളിലും ലിപികളിലും അവർ ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യൻ മിഷണറി അറബി മലയാളത്തിലും പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ബൈബിളിന് ട്രാൻസ്ലേഷൻ അറബി മലയാളത്തിൽ വന്നിട്ടില്ലേ? ബൈബിൾ ട്രാൻസ്ലേഷന് അറബി മലയാളത്തിൽ വന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. 1905-ലും 25-ലും വരുന്നുണ്ട്. അഥവാ ബൈബിൾ ട്രാൻസ്ലേഷന് ഇഞ്ചി ലൂക്ക എന്നും പറഞ്ഞിട്ട് ലൂക്കോസിന്റെ സുവിശേഷം, ഇംഗ്ലീഷ് ഇഞ്ചി ലൂക്ക എന്ന് പറഞ്ഞിട്ട് അത് ഇഞ്ചിയിൽ എന്നാണ് പറയുന്നത്. ഇഞ്ചിയിൽ എന്ന് പറയുമ്പോൾ മുസ്ലിം വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന 4 വേദങ്ങളിൽ ഒരു വേദം ഇഞ്ചിയിലാണ്. അഥവാ നഷ്ടപ്പെട്ടു പോയെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഇഞ്ചിയിൽ നഷ്ടപ്പെട്ടിട്ടില്ല എന്നും പറഞ്ഞിട്ട് അത് മലയാളത്തിലും ഇപ്പം 21-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്ത് 2005-ലോ മറ്റാണെന്ന് തോന്നുന്നു മലയാളത്തില് വിശുദ്ധ ഇഞ്ചിയിൽ എന്നും പറഞ്ഞിട്ട് പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം മിഷണറിമാർ മലയാളികൾ പൊതുവെ ഉപയോഗിക്കുന്ന ലിപിയിൽ മാത്രമല്ല, മാപ്പിളമാർ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന ലിപിയിലും കഥകളും ബൈബിളുകളും അതേപോലെ ഈസാ ചരിത്രവും, ഈസാ നബിയുടെ ബയോഗ്രഫി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഈസാ നബിയുടെ ബയോഗ്രഫി എന്ന് പറഞ്ഞിട്ട് ഈസാ ചരിത്രം എഴുതിയിട്ടുണ്ട്. വിശുദ്ധ ഈസാ മസീഹിനെ പറ്റിയിട്ട് അറബി മലയാളത്തിൽ ഇവർ ബാസൽ മിഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അവരിങ്ങോട്ട് അവരുടെ മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ക്രിസ്ത്യൻ മിഷൻസ് എല്ലാ ലിപികളിലേക്കും ഭാഷകളിലേക്കും ഇറങ്ങി ചെന്നിട്ടുണ്ട്. പക്ഷേ ബ്രിട്ടീഷുകാർ ചെയ്യുന്നത് കുറച്ചുകൂടി പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇതാണ്. അപ്പം ബൈബിൾ ട്രാൻസ്ലേറ്റ് അറബി മലയാളത്തിലേക്ക് ചെയ്യുമ്പോൾ അതൊരു ഡോക്യുമെന്റേഷനാണ്, രേഖപ്പെടുത്തലാണ്. അഥവാ മാപ്പിളമാർക്ക് എഴുതാനും വായിക്കാനും അറിയാം, അവർക്കൊരു ലിപിയുണ്ട് എന്നുള്ളൊരു രേഖപ്പെടുത്തൽ കൂടിയാണ് ചെയ്യുന്നത്. അപ്പം അവർക്കൊന്നും അറിയില്ല, അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, അവരെ മലയാളം പഠിപ്പിക്കണം എന്നുള്ളത് അതൊരു ഹിപ്പോക്രസിയാണ്. അപ്പം അവരെ മലയാളം പഠിപ്പിക്കുക എന്നുള്ളത് പൊതുവിൽ എല്ലാവർക്കും അറിയാവുന്ന എഴുത്തിൻ്റെയും വായനയുടെയും ഭാഗമായിട്ട് അവരെ കൊണ്ടുവരിക, അവരുടെ ഒരു എക്സ്ക്ലൂസീവ് സ്പേസിൽ നിന്ന് അവരെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ്. കാരണം അവരുടെ എക്സ്ക്ലൂസീവ് സ്പേസ് അവരെ മാത്രമേ സഹായിക്കുന്നുള്ളൂ, നമ്മളെ സഹായിക്കുന്നില്ല. അവരെന്താണ് എഴുതുന്നതെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ചാരന്മാർ വേണം, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നവർ വേണം അവരുടെ കൂട്ടത്തിൽ നിന്ന്, അല്ലെങ്കിൽ മനസ്സിലാവില്ല. അപ്പം അവരെ എഴുത്തും വായനയും മലയാളത്തിലാക്കിയാൽ കുറച്ചുകൂടി എളുപ്പമാണ്. കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ട് ഇംഗ്ലീഷിലാക്കിയാൽ അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമാണ്. യാസർ അറഫാത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ഒരു കാലത്ത് ഇംഗ്ലീഷ് പഠിക്കൽ ഹറാമായിരുന്നു, പിന്നീട് അത് സുന്നത്തായി, പിന്നീട് അത് വാജിബായി, ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കൽ വാജിബാണ്. അപ്പം അതിന് കൃത്യമായിട്ട് രാഷ്ട്രീയപരമായ ചരിത്രപരമായ കാരണങ്ങളുണ്ട്. അല്ലാതെ അവര് ഇംഗ്ലീഷിനോടുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഹറാമായതുകൊണ്ടോ ഹറാമാക്കിയതല്ല, അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. അതേസമയത്ത് ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് അറബി മലയാളത്തിൽ പുസ്തകങ്ങൾ എഴുതി. അപ്പം മാറി നിന്നതല്ല, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു മാറി നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മോഡേണിറ്റിയുടെയും ആധുനികതയുടെയും സാക്ഷരതയുടെയൊക്കെ സൈദ്ധാന്തിക നിയമങ്ങൾ വരുമ്പോൾ മലയാളത്തിൽ എഴുതാനും വായിക്കാനും അറിയുന്നവരാണ് സാക്ഷരർ എന്നുള്ള ഒരു രീതി വരുന്നുണ്ട്. പ്രത്യേകിച്ചിട്ടും പോസ്റ്റ് കൊളോണിയൽ സ്വാതന്ത്ര്യാനന്തര കാലത്ത് മലയാളം കേരളത്തിൻ്റെ ഭാഷയായി മാറുമ്പോൾ അത് ഉദയകുമാറിനെ പോലെ പല പണ്ഡിതരും നിരീക്ഷിച്ചതും ഒരു കാര്യമാണ്, രേഖപ്പെടുത്തി വെച്ചൊരു കാര്യമാണ്. മലയാള സാഹിത്യ ചരിത്രം എഴുതപ്പെട്ടപ്പോൾ അത് ഉള്ളൂരിൻ്റെ കാലത്തായാലും ഉള്ളൂരിൻ്റെ സാഹിത്യ ചരിത്രമായാലും അതിന് ശേഷമുള്ള സാഹിത്യ ചരിത്രങ്ങളാണ്, അത് വളരെ കൃത്യമായിട്ടൊരു മണിപ്രവാളം ട്രഡീഷനെയാണ്, സംസ്കാരത്തെയും ഭാഷാ സംസ്കാരത്തെയും സാഹിത്യ സംസ്കാരത്തെയാണ് പ്രിവിലേജ് ചെയ്യുന്നത്. അപ്പം അത് മാത്രമാണോ കേരളത്തിൽ എഴുതപ്പെട്ട സാഹിത്യവും ഭാഷാരേഖകളും? അറബിയിൽ എഴുതപ്പെട്ടിരുന്നില്ലേ, തമിഴിൽ എഴുതപ്പെട്ടിരുന്നില്ലേ, കന്നഡയിൽ എഴുതപ്പെട്ടിരുന്നില്ലേ, തുളുവിൽ എഴുതപ്പെട്ടിരുന്നില്ലേ, ഘർഷോനി ഉണ്ടായിരുന്നില്ലേ? ഇതൊന്നും എന്തുകൊണ്ടാണ് മലയാള ഭാഷാ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറാത്തത്? കാരണം കേരളത്തിൻ്റെ ഭാഷാ ചരിത്രം എന്നത്, സാഹിത്യ ചരിത്രം എന്നത് മലയാളത്തിൻ്റെ ഭാഷാ ചരിത്രവും സാഹിത്യ ചരിത്രവുമാക്കി അവതരിപ്പിക്കുകയാണ്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ മലയാളത്തിന് കിട്ടുന്ന ഒരു ഫോർഗ്രൗണ്ടിങ് ആൻഡ് പ്രിവിലേജ് ഉണ്ട്. അപ്പം അതിനെ ഫോർഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റെല്ലാത്തിനെയും നിരാകരിക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പം നിങ്ങൾ ആ ഉള്ളെന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം, അവർക്കിടയിലും ചില പാട്ടുകളുണ്ട് എന്നാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് മഹാനായ ഉള്ളൂർ എഴുതുന്നത്.
20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് അയ്യപ്പ പണിക്കരുടെ മലയാളം ലിറ്റററി ഹിസ്റ്ററി, ഷോർട്ട് ഹിസ്റ്ററി ഓഫ് മലയാളം ലിറ്ററേച്ചർ വരുന്നത് അത് കേരള സർക്കാർ ഫണ്ട് ചെയ്തിട്ട് വരുന്നതാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ പബ്ലിക്കേഷൻ വിങ് പബ്ലിഷ് ചെയ്യുന്നതാണ്. അതിൽ മാപ്പിള സാഹിത്യത്തിന് വേണ്ടി വച്ചിരിക്കുന്നത് വെറും 2 പാരഗ്രാഫാണ്. 2 പാരഗ്രാഫ്, ഒരു പേജ് അത്രയേ ഉള്ളൂ, അതിൽ കൂടുതലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം കേരള സാഹിത്യ അക്കാദമി ഫണ്ട് ചെയ്തിട്ട് 1976 തന്നെ മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എഴുതപ്പെട്ടിട്ടുണ്ട്. അതിനു മുമ്പും പിമ്പുമായിട്ട് മറ്റു പല പഠനങ്ങളും വരുന്നുണ്ട്. അപ്പോൾ 1990-കളിൽ വരുന്ന ഷോർട്ട് ഹിസ്റ്ററി ഓഫ് മലയാളം ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിട്ട് അപ്പം അറബി മലയാളം മാപ്പിള മലയാളമാണെന്നും അത് മാപ്പിള സാഹിത്യം മലയാള സാഹിത്യം അറബി ലിപിയിൽ എഴുതിയാണെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ പറയുന്നവർ അവർ പറയുന്നതിനോട് അവർ കൂറ് പുലർത്തുന്നുണ്ടെങ്കിൽ അറബി ലിപിയിൽ എഴുതിയ മലയാള സാഹിത്യത്തെ മലയാള സാഹിത്യ ചരിത്രത്തിന്റെ വലിയൊരു ഭാഗമായിട്ട് ഉൾപ്പെടുത്തണം. അത് ചെയ്യുന്നില്ല. നാടോടി സാഹിത്യം പ്രധാനമായിട്ടും അതിൻ്റെ ഫോക്ക് ലിറ്ററേച്ചറാണ് പ്രധാനമായിട്ടും. മാപ്പിള പാട്ടുകളും മറ്റൊക്കെയാണ് ഈ ഫോക്ക് ലിറ്ററേച്ചർ. മലയാളത്തിലെ ഫോക്ക് ലിറ്ററേച്ചറിനെയാണ് മാപ്പിള പാട്ടുകളും മറ്റൊക്കെ ആയിട്ട് അവതരിപ്പിക്കുന്നത്, അഥവാ കുറച്ച് പാട്ടുകൾ. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഉള്ളതെന്ന് വെച്ചാൽ ഈ വൈദ്യരുടെ പാട്ടുകളെ പറ്റിയിട്ട് പരാമർശിക്കുന്നിടത്ത് വൈദ്യരാരെന്ന് പോലും അറിയാതെയാണ് വൈദ്യരുടെ പാട്ടുകളെ പറ്റിയിട്ട് ചില ചരിത്രകാരന്മാർ പരാമർശിച്ചിരിക്കുന്നതാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇത് ആരുടെ അജ്ഞതയാണ്? നിങ്ങളൊരു ഗവേഷണം നടത്തിയിട്ട് ഗവേഷകനായിട്ട് ചരിത്രം എഴുതുമ്പോൾ ഏതൊക്കെ എലമെന്റ്സ് അതിനകത്ത് ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. സോ യു മേക്ക് എ പൊളിറ്റിക്കൽ ഡിസിഷൻ. പക്ഷേ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട് എന്ന് അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യേണ്ടതും നിങ്ങളുടെ തന്നെ കടമയാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർ അന്വേഷിച്ച് കണ്ടെത്തിയിരുന്നു. 2, അങ്ങനെ കണ്ടെത്തിയതിന് ശേഷം അവർ നമ്മൾ നിരാകരിച്ചതാണോ? അഥവാ അറബി മലയാളത്തിൽ എഴുതിയത് കൊണ്ട് മാപ്പിളമാർ നിരാകരിക്കപ്പെട്ടു അല്ലെങ്കിൽ അരികവൽക്കരിക്കപ്പെട്ടു എന്നുള്ളത് അത് ആധുനികതയും സ്വാതന്ത്ര്യാനന്തര മലയാള ദേശവും ഉണ്ടായി വരുമ്പോൾ അത് രണ്ടും കൂടി ഒരു മേർജിൽ നിന്ന്, കാരണം മലയാളം എഡ്യൂക്കേഷൻ ബ്രിട്ടീഷുകാർ സ്പോൺസർ ചെയ്ത് ഫണ്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ രണ്ടും അതേപോലെ മലയാള ദേശം ഉണ്ടായി വരുന്നു. സ്വാതന്ത്ര്യാനന്തരം മലയാള ഭാഷ സംസാരിക്കുന്ന മലയാള നാടുണ്ടായി വരുന്നു. കേരളം എന്നുള്ളത് മലയാള നാടായി വരുന്നു. കേരളം എന്നുള്ളത് മലയാള നാട് മാത്രമായിരുന്നില്ല, പക്ഷെ മലയാള നാടായി വരുന്നു. അങ്ങനെ വരുമ്പോൾ മലയാളത്തെ കേരളത്തിൻ്റെ സ്വത്വം മലയാളിയുടെ സ്വത്വമാവുന്നു. മലയാളത്തെ കേരളത്തിൻ്റെ കേന്ദ്ര ഭാഷയാക്കി മാറ്റുന്നു. കേരളത്തിൻ്റെ സ്റ്റാൻഡേർഡ്, അഥവാ മലയാളിയാണെങ്കിൽ കേരളീയനാണെങ്കിൽ മലയാളി ആയിരിക്കണം. അപ്പം അതിനകത്ത് അറബി മലയാളിയായ മാപ്പിളക്ക് എത്രത്തോളം അവൻ്റെ സ്വത്വം, അവളുടെ സ്വത്വം എത്രത്തോളം അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഒരു തുളു സംസാരിക്കുന്ന അല്ലെങ്കിൽ മറാഠി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഉറുദു സംസാരിക്കുന്ന അല്ലെങ്കിൽ തമിഴ് സംസാരിക്കുന്ന മലയാളിക്ക്, കേരളീയന് മലയാളി എന്ന സ്വത്വത്തിനകത്ത് എത്രത്തോളം ഇൻകോപ്പറേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. അത് അവരുടെ പ്രശ്നമല്ല. കാരണം തുളു സംസാരിക്കുന്നവരും ഉറുദു സംസാരിക്കുന്നവരും മറാഠി സംസാരിക്കുന്നവരും കൊങ്കിണി സംസാരിക്കുന്നവരും തമിഴ് സംസാരിക്കുന്നവരൊക്കെ കേരളം എന്ന ഈ പൊളിറ്റിക്കൽ സ്റ്റേറ്റ് ബൗണ്ടറിനകത്തുള്ളവരാണ്. അവർ കേരളം എന്ന ഭൂശാസ്ത്രത്തിനകത്ത്, ആ ജോഗ്രഫിക്കകത്ത് വരുന്നവരാണ്. അപ്പം ആ ഭൂമണ്ഡലത്തിനകത്ത് വരുന്നവരെ, ആ ഭൂമണ്ഡലത്തിന്റെ അധികാരം നിയന്ത്രിക്കുന്നവരാരാണോ അവരാണ് അവരുടെ സ്വത്വം അനുവദിച്ച് കൊടുക്കേണ്ടത്. ഇന്നാണോ ഔട്ടാണോ തീരുമാനിക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പം അധികാരി വർഗത്തുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലാതെ ഈ ഇൻഡിവിജ്വൽസുമായിട്ടും ഈ കമ്മ്യൂണിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ഈ സ്വത്വം അംഗീകരിക്കപ്പെടുന്നത്. സ്വത്വം തീരുമാനിക്കുന്നത് ഇൻഡിവിജ്വൽ കമ്മ്യൂണിറ്റീസ് ആണ്. ഞാൻ മലയാളിയാണോ അറബി മലയാളിയാണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാൻ അറബി മലയാളിയായിട്ടാണ് സ്വയം അവതരിപ്പിക്കുന്നത്. കാരണം റബ്ബുൽ ആലമീനായ തമ്പുരാനെ എന്ന് പൊതുമലയാളിക്ക് ഉച്ചാരണ ശുദ്ധിയോടെ പ്രൊനൗൺസിയേഷൻ ചെയ്യാൻ അറബി മലയാളിക്ക് കഴിയുന്ന പോലെ കഴിയില്ല. അത് ഭാഷാപരമായിട്ട് നമ്മളെല്ലാവരും അറബി മലയാളികളാണ്. കാരണം
അറബിയും മലയാളവും, അറബി ഭാഷയും മലയാള ഭാഷയും ഒരുപോലെ ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരാണ് മലയാളി മുസ്ലിങ്ങൾ. മനസ്സിലായില്ല? മുസ്ലിം എന്നുള്ള സ്വത്വം അത് ഇസ്ലാം എന്ന മതത്തെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ജീവിക്കണമെങ്കിൽ അറബിയുടെ ഉപയോഗമുണ്ട്. മലയാളിയായി കേരളീയനായി ജീവിക്കുന്ന മലയാളിയായി പൊതുമണ്ഡലത്തിൽ ജീവിക്കുമ്പോൾ മലയാളത്തിൻ്റെ ഉപയോഗം. അപ്പം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അറബി മലയാളത്തിലാണ്. അറബി മലയാളം വരമൊഴി മാത്രമാണ്. പണ്ട് വരമൊഴിയായിരുന്നു, പിന്നീട് വാമൊഴിയായി, പിന്നീട് വരമൊഴിയായി. ഇപ്പം പക്ഷേ വരമൊഴി മാത്രമാണ് എന്ന് പറയുന്ന ബാലിശമായ വാദത്തോടാണ് ഞാൻ ഈ മറുപടി കൊടുക്കുന്നത്. അഥവാ നിങ്ങൾ പല പള്ളികളും പോയിട്ട് പ്രാർത്ഥനകൾ കേട്ടാൽ അറബി അല്ലാത്ത പ്രാർത്ഥനകൾ ഏത് ഭാഷയിലാണ്? മലയാളം അല്ലേ? പല പ്രാർത്ഥനകളും അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ നോക്കുക. അഥവാ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, അറബൈസേഷൻ ഓഫ് മലയാളം, മലയാളമൈസേഷൻ ഓഫ് അറബിക്. അറബിയെ മലയാളമാക്കുകയും മലയാളത്തെ അറബിയാക്കുകയും ചെയ്യുന്ന രീതിയാണ് അറബി മലയാളം. ഇത് വെറും മലയാളത്തെ അറബി ലിപിയിൽ എഴുതുന്നതല്ല, അറബിയെ മലയാളമാക്കുകയും മലയാളത്തെ അറബിയാക്കുകയും ചെയ്യുന്നത്. അത് ഞാനൊരു ഉദാഹരണം പറയാം. അള്ളാഹുവിങ്കൽ അർപ്പിക്കുന്നു എന്ന് പറയില്ലേ? ഈ അള്ളാഹുവിങ്കൽ എന്ന ഒറ്റ പദമാണ്. ഈ അള്ളാഹുവിങ്കൽ എന്ന ഒറ്റ പദം ഏത് ഭാഷയാണ്? മലയാളം അല്ലല്ലോ. വിങ്കൽ, അള്ളാഹുവിങ്കൽ, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏത് ഭാഷയാണ്? റബ്ബുൽ ആലമീനായ തമ്പുരാനെ എന്ന് വിളിക്കുമ്പോൾ അതിൽ റബ്ബുണ്ട്, ആലമീനുണ്ട്, തമ്പുരാനുണ്ട്. തമ്പുരാൻ എന്ന തമിഴിൽ നിന്നാണ് തമ്പുരാൻ വരുന്നത്. പക്ഷെ തമ്പുരാനേ എന്നുള്ള വിളി, എന്നുള്ള വിളി മലയാളത്തിൻ്റെ ഒരു രീതിയാണ്. തമ്പുരാനെ, സഹോദരനെ, പ്രിയനെ എന്നൊക്കെയുള്ള വിളിയിൽ നിന്നാണ് അവരിനെ വിളിക്കുന്നത്. ആ ഒരു വിളി റബ്ബുൽ ആലമീന തമ്പുരാനെ, യാ മുഹീദ്ദീൻ ഷെയ്ഖേ. അറബിയിൽ യാ മുഹീദ്ദീൻ ഷെയ്ഖ് എന്നേ പറയുള്ളൂ. പക്ഷെ മാപ്പിള യാ മുഹീദ്ദീൻ ഷെയ്ഖ് എന്നല്ല പറയാം, യാ മുഹീദ്ദീൻ ഷെയ്ഖേ എന്ന് വിളിക്കുക. നമ്മളിപ്പം നാട്ടിൻപുറത്തൊക്കെ ഉമ്മമാരൊക്കെ യാ മുഹീദ്ദീൻ ഷെയ്ഖേ എന്ന് വിളിക്കും. ഈ യാ മുഹീദ്ദീൻ ഷെയ്ഖേ എന്ന് വിളിക്കുന്ന ആ രീതി അത് മാപ്പിള രീതിയാണ്, അത് അറബി മലയാളി രീതിയാണ്. യാ എന്നുള്ള അറബിയിൽ തുടങ്ങിയിട്ട് നേ എന്നുള്ള മലയാളത്തിൽ അവസാനിപ്പിക്കുന്ന അതിൻ്റെ ഒരു റിതം നോക്കുക. ആ റിതത്തിലെ ഉച്ചാരണവും തജ്വീദും മലയാളം ഗ്രാമറും അറബിക് ഫോണോളജിയും എല്ലാം ബ്ലെൻഡാണ്. അങ്ങനെ ജീവിക്കാൻ, അങ്ങനെ ഒരു ഭാഷാ പരിസരം നാവിൻ തുമ്പത്ത് കൊണ്ട് നടക്കാൻ മാപ്പിള മലയാളിക്കാണ് പറ്റുന്നത്, കേരളീയ മുസ്ലിമിനാണ് പറ്റുന്നത്. കാരണം അങ്ങനെയാണ് ട്രെയിൻഡ് ആയിരിക്കുന്നത്. മറ്റുള്ളവരങ്ങനെ ട്രെയിൻഡ് അല്ല, മറ്റുള്ളവർക്ക് അതിനുള്ള കഴിവില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരങ്ങനെ ട്രെയിൻഡ് അല്ല. അപ്പം നമ്മൾ അരികവൽക്കരിക്കപ്പെട്ടു എന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ മാറിയെന്നത് കൊണ്ടല്ല, നമ്മളുടെ പൂർവികർ എഴുതാനും വായിക്കാനും പഠിക്കാത്തത് കൊണ്ടല്ല. മലയാള നാട് ഒരു മോഡേൺ സ്റ്റേറ്റ്, അഥവാ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കേരളം എന്ന ഒരു സംസ്ഥാനം, ഫെഡറൽ സ്റ്റേറ്റ് ഉണ്ടായി വരുന്നപ്പോൾ ആ ഫെഡറൽ സ്റ്റേറ്റിൻ്റെ ഭാഷ മലയാളമാവുകയും കേരളീയൻ എന്നാൽ മലയാളിയാണെന്ന് വരികയും ചെയ്യുമ്പോഴാണ് ഈ മലയാളി ഭാഗമല്ലാത്ത, മലയാളം എഴുതാനും വായിക്കാനും അറിയാത്തവരെല്ലാം എക്സ്ക്ലൂഡഡ് ആയിട്ട് പോകുന്നത്. അപ്പം ഞാൻ വരുന്നത് കാസർഗോഡ് നിന്നാണ്. കാസർഗോഡ് സപ്തഭാഷാ സംഗമഭൂമിയാണ്. അവിടെ ഇപ്പം കേരളത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് വലിയൊരു ചർച്ച നടന്നത് മലയാളം കമ്പൽസറിയാണ് എല്ലാ സ്കൂളുകളിൽ എന്ന് നിർബന്ധമായിട്ടും. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്ക് മലയാളം കമ്പൽസറിയാണ്. അപ്പം കേരളത്തിലുള്ള എല്ലാ സ്കൂളുകളിലും മലയാളം നിർബന്ധമായി പഠിപ്പിക്കണം എന്നുള്ള നിയമം വരുമ്പോൾ കർണാടക ചീഫ് മിനിസ്റ്റർ ഇടപെടുകയുണ്ടായി. അതിന് കാരണം എന്താണ്? കാസർഗോഡ് പല സ്കൂളുകളും കന്നഡ മീഡിയമാണ്. നിങ്ങൾ മലയാളം കമ്പൽസറി ആക്കിയാൽ കന്നഡ മീഡിയത്തിലെ കുട്ടികൾ മലയാളം പഠിക്കുന്നില്ല, ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികൾ മലയാളം പഠിപ്പിക്കുന്നില്ല, കന്നഡ മീഡിയത്തിൽ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ കമ്പൽസറി ആക്കിയായപ്പം ആ കുട്ടികൾ മലയാളം പഠിപ്പിക്കണം. എന്തിനാണ് നിങ്ങൾ നിർബന്ധിച്ച് മലയാളം പഠിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പം ഈ കന്നഡ സ്കൂളിൽ പഠിക്കുന്ന, കന്നഡ എഴുതാനും വായിക്കാനും അറിയാവുന്ന കുട്ടികൾ, അവർ മലയാളം എഴുതാനും വായിക്കാനും പഠിച്ചില്ലെങ്കിൽ അവരെ നിങ്ങൾ സാക്ഷരരായിട്ട് പരിഗണിക്കില്ലേ?
അവർ കേരളീയരല്ലേ? ചോദ്യമുണ്ട്. അപ്പം കന്നഡം മാത്രം എഴുതാനും വായിക്കാനും അറിയാവുന്ന ഒരു കേരളീയനെ പോലെ തന്നെയാണ് അറബി മലയാളം മാത്രം എഴുതാനും വായിക്കാൻ അറിയാവുന്ന ഒരു കേരളീയൻ. ഈ കന്നഡം മാത്രം എഴുതാനും വായിക്കാൻ അറിയാവുന്ന കേരളീയനും പൂർണ്ണമായും കേരളീയനാണ്. അറബി മലയാളം മാത്രം എഴുതാനും വായിക്കാൻ അറിയാവുന്ന കേരളീയൻ പൂർണ്ണമായും കേരളീയനാണ്. മലയാളം മാത്രം എഴുതാനും വായിക്കാൻ അറിയാവുന്ന കേരളീയൻ പൂർണ്ണമായും കേരളീയനാണ്. കാരണം അവരൊക്കെ കേരളത്തിൽ ജനിച്ചു വളർന്നവരായതുകൊണ്ടാണ് കേരളീയരാകുന്നത്, അല്ലാതെ മലയാളം എഴുതാനും വായിക്കാൻ അറിയാവുന്നത് കൊണ്ടല്ല. പിന്നെ മലയാളത്തിൽ നിന്ന് മാപ്പിളമാർ മാറി നിൽക്കാനുള്ള ഒരു കാരണം, മലയാളം എന്നുള്ളത് മിഷണറി എഡ്യൂക്കേഷൻ്റെയും പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഫണ്ടഡ് മിഷണറി എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ കൊളോണൈസർ ഫണ്ടഡ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടാണ് അച്ചടി മലയാളം അവതരിപ്പിക്കപ്പെടുന്നതും അത് ആ ഒരു നോളജ് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നത്. അത് 18-ാം നൂറ്റാണ്ട് മുതൽ അച്ചടി മലയാളത്തിൽ ആ നോളജ് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നത്, ഗ്രന്ഥലിപിയും ഒക്കെ വരുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് അത് എസ്റ്റാബ്ലിഷ് ആയി വരുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ അറബി മലയാളത്തിൽ ഓൾറെഡി എഴുത്തും വായനയൊക്കെ ഉണ്ടായിരുന്നവർ 19-ാം നൂറ്റാണ്ട് മുതൽ അറബി മലയാളത്തിൽ അച്ചടിയും സംസ്കാരവും കൊണ്ടുവരുന്ന മാപ്പിളമാർ ബ്രിട്ടീഷുകാരുടെ, പ്രത്യേകിച്ചും 19-ാം നൂറ്റാണ്ട് മുതൽ ബ്രിട്ടീഷുകാരുടെ ഭാഗമായിട്ട് വരുന്ന, ബ്രിട്ടീഷ് വ്യവസ്ഥയുടെയും ബ്രിട്ടീഷ് പോളിസികളുടെയും ഭാഗമായിട്ട് വരുന്ന മലയാള വിദ്യാഭ്യാസത്തെ എതിർത്തുകൊണ്ട് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഈ ഗതി മാറുകയാണ്, സാഹചര്യം മാറുകയാണ്. അപ്പം സാഹചര്യം മാറുമ്പോൾ മാപ്പിളമാർ മലയാളത്തിൽ എഴുതാനും മലയാളത്തെ പഠിക്കാനും മലയാളം തങ്ങളുടെ ഭാഷയായിട്ട് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ എഴുത്ത് ഭാഷയായിട്ടും സാഹിത്യ ഭാഷയായിട്ടും ഉപയോഗിക്കാനുള്ള തീരുമാനമെടുക്കണം. അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. കാരണം കൊളോണിയൽ അധികാരികൾ ഇല്ല, സ്വതന്ത്ര രാജ്യമാണ്. അപ്പം ഇനി അധികാരികളെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. അപ്പം മെയിൻ സ്ട്രീമിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മാറുന്നില്ല. അപ്പം മെയിൻ സ്ട്രീമിൽ നിന്ന് മാറി നിൽക്കുന്നതും മാപ്പിളമാരുടെ പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരുന്നു. മെയിൻ സ്ട്രീമിലേക്ക് വരുന്നതും മാപ്പിളമാരുടെ പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരുന്നു. അത് ഈ ഡാർക്ക് ഏജ് എന്നുള്ള സംഭവം ക്രിയേറ്റ് ചെയ്തത് ബേസിക്കലി ഒരു ബ്രിട്ടീഷ് നറേറ്റീവ് ആയിരുന്നു. കാരണം നമ്മളെ എതിർക്കുന്നവരെ അവരുടെ സ്വത്വത്തെ തന്നെ ഇല്ലാതാക്കുക, അവർക്കെതിരെ ഒരു ഡിസ്കോഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏത് അധികാരികളും ശ്രമിക്കുന്ന ഒരു കാര്യം. അപ്പം ഇപ്പോഴൊക്കെ സമരം നടക്കുമ്പോൾ സമരക്കാരുടെ പിറകെ പോയിട്ട് അവരുടെ ജാതകം തിരഞ്ഞിട്ട് അവരുടെ അപ്പം അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ചെയ്യുന്നു. ഇപ്പം പല സമരക്കാരെയും നിങ്ങളിപ്പം ഡൽഹി പോയിട്ട് സമരം നടത്തിയ പോലീസ് വന്നിട്ട് നിങ്ങളുടെ അതെല്ലാ സമരക്കാരുടെയും ബാക്ക് പ്രൊഫൈൽ എടുക്കുന്ന ജാതകം തിരയൽ അധികാരി വർഗത്തിന്റെ ഒരു രീതിയാണ്. അപ്പം ഇവരെ മാപ്പിളമാരുടെ സമരത്തെ മെറിറ്റ് ഇല്ലാതാക്കണമെങ്കിൽ മാപ്പിളമാർക്ക് മെറിറ്റ് ഇല്ല എന്ന് പറയണം. നിങ്ങൾ പറയുന്ന കാര്യത്തിൽ മെറിറ്റ് ഇല്ലാതാവണമെങ്കിൽ നിങ്ങൾ മെറിറ്റ് ഇല്ലാതാവണം. മനസ്സിലായില്ലേ? അപ്പം അതൊരു എന്താ പറയാ, മാപ്പിളമാരുടെ സമരത്തെ അടിച്ചൊതുക്കാനുള്ള ബെറ്റർ വേ ആയിരുന്നു. മാപ്പിളമാർ അക്ഷരാഭ്യാസം ഇല്ലാത്തവർ, വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, മതഭ്രാന്തന്മാരാണ്. അപ്പം മറ്റുള്ള ദേശീയ നേതാക്കളോട് പറഞ്ഞിട്ട് സമ്മതിപ്പിക്കാം. ഓക്കെ, അപ്പം അവർ പറയുന്നത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, അവർ മതഭ്രാന്തായതുകൊണ്ടാണ് അവർ നമ്മൾ ആക്രമിക്കുന്നത്. ആ ഒരു ട്രാപ്പിൽ മാപ്പിളമാർ വീണു ഇല്ലയോ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇന്ത്യയുടെ ദേശീയ നേതാക്കൾ, സ്വാതന്ത്ര്യ സമര സേനാനികളായ വലിയ ത്യാഗങ്ങൾ സഹിച്ച ദേശീയ നേതാക്കൾ വീണുപോയോ എന്നൊരു വലിയ സംശയം, ചോദ്യമുണ്ട്. അങ്ങനെ വീണു എന്നല്ല ഞാൻ പറയുന്നത്, വീണുപോയോ എന്ന് ചോദിക്കേണ്ടതുണ്ടെന്നാണ്.